ഫെയിലിയേഴ്സ് ആണ് എപ്പോഴും എനിക്ക് എനർജി തന്ന് ഞാൻ ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ. അതായത് ഞാൻ എന്തിനു തോറ്റു കൊടുക്കണേന്ന് പറയുന്ന ഒരു ചോദ്യം. ഒരുപാട് ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഭയങ്കര ഈസി ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ജേണി. നമ്മൾ മമ്മൂക്ക വന്നിട്ടില്ല. നമ്മൾ ലുക്ക് ടെസ്റ്റിന് പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ സ്കെച്ച് ചെയ്തൊരു പിക്ചറും ഉണ്ട്. നമുക്ക് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടിട്ടില്ല. നമുക്ക് വന്നിരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു ചിരിക്കണ ഒരു ഷോട്ട് ഉണ്ട്. പൊന്നു ഫസ്റ്റ് ഡേ അതായിരുന്നു പരിപാടി. ജെയ്സൺ ടൈലറാണ്, എനിക്ക് ടൈലറിങ് പരിപാടികളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ജെയ്സന്റെ ഒക്കെ വേറെ വേഷം ഞാൻ പറഞ്ഞില്ല, +1 +2 പോയത് ഈ പറയുന്ന അഡിഡാസിന്റെ ഒക്കെ മറ്റേ ഈ വലിയ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞത് അഡിഡാസ് എന്ന് പേര് എഴുതിയതും അങ്ങനത്തെ അബിബാസ് എന്നായിരിക്കും, പക്ഷെ വായിക്കുന്നത് അഡിഡാസ് എന്നാണ്. അപ്പൊ ഇത് ലൈഫിൽ എവിടെയൊക്കെ കണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വരുന്നൊരു ഇതാണ്, ചേട്ടാ ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ മതി. ഇപ്പൊ ഞാൻ സിനിമയിൽ വരണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ സിനിമയിൽ വന്ന് പെട്ടതിന് ശേഷം അതിനകത്ത് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച ഒരു സാധനം സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ആദ്യത്തെ സിനിമകളിലൊന്നും പഠിച്ച കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ ഒരു കുറേ ഫാഷൻ ഫിലിംസ് ആണ്, ഫാഷൻ ഡോക്യുമെന്റേഷൻ കാണും. പിന്നെ കൂടുതൽ ട്രാവലിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പുതിയ നാട്, പുതിയ നാട്ടിലെ തുണികൾ എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് കൾച്ചർ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. ആരോ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, മലയാളത്തിൽ യൂത്ത് ഐക്കണായിട്ട് ആരാ കണ്ടത്? ഞാൻ പ്രായം കൊണ്ട് യൂത്ത് ഐക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാഷൻ ഉണ്ടല്ലോ, അത് മമ്മൂക്ക മാത്രമേ ഉള്ളൂ. അത് വേറെ ആര് പിടിക്കും? ഇറ്റ്സ് മീ ഷാഹന, വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുമാണ് ഞാൻ എന്താ ഇങ്ങനെ വലിയ ആക്സസറീസ് ഒക്കെ ഇട്ട് വന്നേന്നല്ലേ? യെസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ടർബോ, ബ്രഹ്മയുഗം, മിന്നൽ മുരളി, അങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഒരുപാട് സിനിമാസ് ഉണ്ടല്ലേ? യെസ്, ആ സിനിമാസിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ മറ്റാരുമല്ല, മെൽവിൻ ആണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. മെൽവിൻ, വെൽക്കം ടു ഷോ. താങ്ക് യു. എൻ്റർലി ഡിഫറെൻറ്റ് ലുക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്നത്. എനിക്കും കിട്ടി, അതുകൊണ്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, ആക്സസറീസ് അല്ലേ? പിന്നല്ല, ഇതെന്താ ഇങ്ങനെ കോസ്റ്റ്യൂം ഇടുന്നേ? ഇത് എൻ്റെതായ ടേസ്റ്റ് ഓഫ് സ്റ്റൈൽസ് അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ എന്താണോ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ഇപ്പം കുറച്ച് നാളുകളായിട്ട് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ മാത്രം യൂണിക്നെസ് അല്ലേ? അതെ. ഇത് ചിലപ്പോൾ പിൻട്രസ്റ്റിൽ നമ്മൾ ചില ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഭയങ്കര യൂണിക്കായിട്ടുള്ള ആളുകളെ കാണില്ലേ, അതേപോലെ ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂമിൽ, ഈ ഒരു ലുക്കിലാണ് ഇപ്പൊ എല്ലാരും അറിയപ്പെടുന്നത്. ടർബോ, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, മിന്നൽ മുരളി, കെട്ടിയോളാൻ മാലാക, ഇതെല്ലാം ചെയ്തിട്ടും പക്ഷെ അതിനേക്കാൾ കൂടുതൽ അറിയുന്നത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടെങ്കിലും അറിയുന്നത് പക്ഷെ ഈ ഒരു കോസ്റ്റ്യൂമിൽ, ഈ ഒരു അറ്റയറിലാണ് ഇപ്പൊ എല്ലാരും. എവിടെ ഇൻസ്റ്റാഗ്രാം തുറന്നാലേ മെൽവിയ അല്ലേ? അതെ. അയ്യോ, അത് വളരെ യാദൃശികമായിട്ട് വന്നാണ്ട്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അങ്ങനെ യാദൃശികമായിട്ട് ക്യൂവിൻ്റെ ഒരു ഇന്റർവ്യൂ അങ്ങനെ കിട്ടുന്ന എൻ്റെ ലുക്കും അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് അങ്ങനെ ഹിറ്റായി. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര റീച്ചും കമന്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് ഷോക്കേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമയാണ് ടർബോ. അപ്പോൾ ഓക്കെ, ടർബോയിലും അങ്ങനെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണ് ടർബോൻ്റെ റിലീസിന് കാണാൻ വന്നപ്പോട്ടെ. അതും അത്യാവശ്യം ഈ പറയുന്ന ലുക്ക് ഭയങ്കര ആളുകൾ അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുപരി കുറേ പേര് നല്ല കമന്റുകളും നല്ല ചീത്ത കമന്റുകളും വിളിക്കുന്നുണ്ട്. ഹാപ്പിയാണ് അതിനകത്ത് ഞാൻ. പിന്നെ അത് എവിടെ പോയാലും ഇപ്പോൾ അങ്ങനെ ഓക്കെ, ഒരാളുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പേഴ്സണൽ സ്റ്റൈലിങ്ങിന് അത് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ വേറെ ഈ കോലത്തിലൊന്നും പോയി ഒന്നും മേടിക്കാൻ പറ്റൂല. കാരണം ഇത് നോക്കാൻ തന്നെ നല്ല സമയം വേണം, അല്ലെങ്കിൽ ഷൂവിൽ ചെളിയോ ആക്സസറി ചടി പോകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതങ്ങനത്തെ ഏതെങ്കിലും ഇവൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ആളുകളുള്ളിടത്ത് പോകുമ്പോൾ ഇങ്ങനെ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ഒരുങ്ങി പോകാൻ. യെസ്, ഈ പറഞ്ഞ പോലെ 8 വർഷം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ വന്ന വഴികൾ എങ്ങനെയായിരുന്നു? അയ്യോ, ഭയങ്കര യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ മാതിരി എൻ്റെ ഒരു വെഡ്ഡിങ് വർക്ക്, സിനിമ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആണോന്നൊന്നും ഞാൻ സ്വപ്നം കണ്ടില്ല. ഈവൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുമ്പോഴും ചെറുപ്പം തൊട്ട് തയ്യൽ പഠിക്കും, 8ാം ക്ലാസ്സിൽ തൊട്ട് തയ്യലറിയാവുന്ന ഒരു വ്യക്തി ഞാൻ. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് സിനിമ അല്ലെങ്കിൽ സിനിമയിൽ വന്നൊരു കോസ്റ്റ്യൂം ഡിസൈനർ ആവണമെന്നൊന്നും ഞാൻ ക്രേസ് തിങ്ക് ചെയ്തിട്ട് പോലില്ല. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വന്നത് ഞാൻ എൻ്റെ വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യുന്നു. മറ്റേ ഡിഗ്രി ടൈമിലൊക്കെ വെഡ്ഡിങ് വർക്കുകൾ പുറത്തുനിന്ന് പേഴ്സണൽ കസ്റ്റമൈസിങ് എടുത്ത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു വെഡ്ഡിങ് വർക്ക് കണ്ടിട്ട് എറണാകുളത്ത് നിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിയാണ് എന്നെ സോണിയ എന്ന് പറഞ്ഞൊരു സ്റ്റൈലിസ്റ്റിന് സജസ്റ്റ് ചെയ്യണത്. അങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് എൻട്രി ആയി. പിന്നെ അവിടെ നിന്നുള്ള ജേണി ഇപ്പോൾ ഒരു 8 വർഷത്തിലൊരു 30, ഇപ്പോൾ റിലീസിങ്ങിന് അടക്കമുള്ള പടം കൂടി കൂട്ടുമ്പോൾ ഒരു 35 സിനിമകളും ഇൻഡിപെൻഡൻറ്റ് ഡിസൈനറായി. അതിനകത്ത് കുറേയും
കുറേ എന്നല്ല, ഒരു 4-5 പടത്തോളം സോണിയ മാമിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഷ റംസാൻ എന്ന് പറഞ്ഞ ഡിസൈനറുടെ കൂടെ ഒരു 2 പടം എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെ സിനിമയിലൊരു ഇൻഡിപെൻഡൻ്റ് ആക്കി തന്നെ സൃന്ദേച്ചില്ല, ആർട്ടിസ്റ്റ് സൃന്ദേച്ചിയാണ് എന്നെ ഡിസൈനറായിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കണം. അത് ഒരു കാറ്റിലൊരു പാക്കപ്പിൽ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് സൃന്ദേച്ചിയുടെ റെക്കമെൻഡേഷനിൽ സൃന്ദേച്ചി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു. ചേച്ചി പിന്നെ ഞാൻ അത്രയും 10-15 ദിവസത്തെ ഫസ്റ്റ് ഷെഡ്യൂൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് വർക്ക് ചെയ്തത്. ചേച്ചിയുടെ സജഷൻസ് തരും, പക്ഷെ എന്നാലും ഞാനത് ടേക്ക് ഓവർ ചെയ്തു. പിന്നെ ചേച്ചിക്കും ഷൂട്ടിൻ്റെ തിരക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ബിസീസ് ആയി കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, മെൽവി നീ ഇതുകൊണ്ട് മലയാള സിനിമയിൽ ഇൻഡിപെൻഡൻ്റ് ആവാണ്. അങ്ങനെയാണ് ഫസ്റ്റ് പടം ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്ത പടം ഒരു കാറ്റിലൊരു പായക്കപ്പിൾ എന്ന് പറഞ്ഞൊരു മൂവി, ഷൈൻ ടോം ചാക്കോ, മൈഥിലി, സുരാജേട്ടനൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. ആലപ്പുഴയായിരുന്നു എൻ്റെ ഷൂട്ട് മൊത്തം. അതായിരുന്നു എൻ്റെ കരിയറിലെ ഫസ്റ്റ് സിനിമ. അതും ഞാൻ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. ഇപ്പൊ മലയാളം മാത്രമല്ല, ഹിന്ദി തമിഴിലോട്ടൊക്കെ അങ്ങ് കേറി അല്ലേ? അയ്യോ, ഹിന്ദി തമിഴൊന്നും ചെയ്തല്ലടാ. ചെയ്തിട്ടില്ല? ഓഫേഴ്സ് എന്തെങ്കിലും? ഞാൻ ഹിന്ദിന്ന് ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ വന്നിട്ടുണ്ട്. ബട്ട് ആ ടൈമിലൊക്കെ വേറെ മലയാളത്തിൽ സിനിമകളിലെ കമ്മിറ്റ്മെൻറ്റും കൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ അവരുടെ എഗ്രിമെൻ്റ് ഒക്കെ ഭയങ്കര ലോങ് ഷെഡ്യൂൾ എഗ്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വേറെ സിനിമ കമ്മിറ്റ് ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ ആ ടൈമിൽ നമുക്ക് അങ്ങനെ ഓക്കെ ഇവിടെ വിട്ട് പോകാനുള്ള ക്രേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മിന്നലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നിരുന്നു. പിന്നെ അത് ഞാനതങ്ങനെ എടുത്തില്ല. പിന്നെ വേറെ 2 പാരൽ പടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എടുത്തില്ല. തമിഴിൽ നിന്ന് കോള് വരും എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചെന്നൈ മെമ്പറാണ്. അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഒരു പുറമേ ഉള്ള ഇൻഡസ്ട്രിയിലൊക്കെ വേറെ ആർട്ടിസ്റ്റിനൊക്കെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റുമാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സ്റ്റൈലിസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ കോള് വന്നു കഴിഞ്ഞാൽ പോകാന്നുള്ളത്. എൻ്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ഇപ്പോൾ പ്ലാനിങ്ങിലില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ട് ഈ ഫ്യൂച്ചറിൽ ചെയ്യാനുള്ളൊരു പരിപാടി. ഒരു നമ്മൾ പൊതുവെ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ്, അതായത് ഒരാൾ കയറുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും. പ്രത്യേകിച്ച് ഒരു മെയിലായിട്ടൊരു ഒരാൾ നമ്മൾ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ പറയും അത് പെൺപിള്ളേർ പണിയല്ലേ. അതിൽ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ പൊതുവേ ഉള്ളതാണ്, നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതാണ്. കോസ്റ്റ്യൂം ഡിസൈനിൽ അങ്ങനെ ഭയങ്കര കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. പ്ലസ് സിനിമയിൽ വരുമ്പോൾ അത് കൺസിസ്റ്റൻസി ഉള്ള പരിപാടിയല്ലെന്ന് ഒത്തിരി കേട്ട് കാണും. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ? ഇപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ തൊട്ടിട്ടാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ട് വന്നത്. അതായത് ഈ പറയുന്ന ഒരു വീട്ടിൽ അമ്മയുടെ ചേച്ചി ഒരു പഴയ മിഷൻ വീട്ടിൽ കൊന്ന് അമ്മച്ചിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. വലിയമ്മച്ചി നല്ല ടൈലറാണ്. അപ്പം അങ്ങനെ ആ മിഷന്മേ ഞാൻ സൈക്കിള് അല്ല മറ്റേ വീഡിയോ ഗെയിം ഉണ്ട് നമ്മുടെ വീട്ടിൽ, മറ്റേ കോൺട്ര എന്നൊക്കെ പറഞ്ഞ മറ്റേ, പിന്നെ കാർ റേസിങ്ങിൻ്റെ മറ്റേ സ്റ്റിയറിംഗ് വെച്ചിട്ട് കളിക്കുന്ന വീട്ടിൽ. എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം ആ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കൂടി ലൈവായിട്ട് ഗെയിം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെറിറ്റിൻ്റെ മറ്റേ റൗണ്ട് പോലെ ഇരിക്കുന്നത് പഴയ മെഷീനകത്ത് നമ്മൾ ഉള്ളിൽ കയറി നിന്നിട്ട് മറ്റേ കാർ ഓടിക്കണവര് അങ്ങനെ ആ ഗെയിമിങ്ങിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഒരു 7-8 പഠിക്കുന്ന സമയത്ത്. പിന്നെ അതിനകത്ത് ഇങ്ങനെ പയ്യെ ചവിട്ടി നോക്കി. അപ്പോൾ ഓക്കെ ഇത് ഞാൻ ചവിട്ടുമ്പോൾ അത് ഓപ്പോസിറ്റ് അങ്ങോട്ട് ഇറങ്ങി പോകണം. അപ്പോൾ ചേച്ചി അമ്മയാന്ന് പറഞ്ഞു ആദ്യം അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്കാണ് ചവിട്ടി പഠിക്കേണ്ടത്, അത് അതിന് പഠിക്കുന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ ഓക്കെ അപ്പോൾ അത് ഓക്കെ ഞാൻ ഇന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ചവിട്ടിയത് കറക്റ്റ് എൻ്റെ കൺട്രോളിലാക്കി മിഷനെ. പിന്നെ അങ്ങനെ ഒരു ദിവസം എപ്പോഴും മറ്റേ കുറച്ച് സമയം മിഷനിൽ സ്പെൻഡ് ചെയ്യണമെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ചേച്ചി ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മിഷൻ ഇരിക്കുന്നുണ്ട്. അമ്മ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വല്യമ്മച്ചി ഭയങ്കര ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വല്യമ്മച്ചി തന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് നോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ലൈൻ ഇട്ട് തന്നിട്ട് അതുമേ കൂടെ കറക്റ്റ് സ്റ്റിച്ച് തെറ്റാണ്ട് അടിച്ച് പഠിക്കാൻ പറയാം. അങ്ങനെ വല്യമ്മച്ചി കുറച്ച് ബേസിക് സ്റ്റിച്ചിങ് പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ പിന്നെ നമ്മളിതിങ്ങനെ സ്ട്രെയിറ്റ് അടിച്ചാൽ മതി കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടില്ല. പിന്നെ അമ്മച്ചിയുടെ കീറിയ സാധനങ്ങളൊക്കെ എടുത്ത് അടിക്കൽ തുടങ്ങി. കീറിയ മുണ്ട്, കീറിയ ഷർട്ട് ഇതൊക്കെ ഒന്ന് പാച്ച് ചെയ്യൽ തുടങ്ങി. ഓക്കെ വർക്കായി. പിന്നെ അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടു. ഇടയ്ക്ക് ഞാൻ ഫ്രീ ടൈമിൽ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെക്കേഷൻസിനൊക്കെ പാറ്റേൺ മേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ടൈലറിങ്ങിൻ്റെ ക്ലാസ്സിന് പോകും. അങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തയ്യലിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. അങ്ങനെ +1 +2 എത്തുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്തു. അത് ഈ പറയുന്നത് ഈ യെല്ലോ ടൂത്ത് എന്നാണ് പേരിട്ട്. അന്നാണ് ഈ കൂതറ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങണതും അതിനകത്തൊരു യെല്ലോ ടൂത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. അപ്പോൾ കഴിഞ്ഞാൽ നല്ല രസമുള്ള പേര് മഞ്ഞപ്പല്ല്. അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ എൻ്റെ ചാർത്തുണ്ട്. ചാർത്തിനകത്ത് ഞാൻ എൻ്റെ മിഷൻ അപ്പോഴേക്കും എൻ്റെ കൈ വഴക്കത്തിലെത്തി. ഈ മിഷന്മ മോട്ടർ മേടിച്ച് വെച്ചിട്ട് അപ്പച്ചനെ കൊണ്ടൊരു മോട്ടർ ഗൾഫിൽ നിന്ന് കൊന്ന്
ആ മോട്ടർ മേടിച്ച് വെച്ച് ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഷർട്ടും പാൻറ്റും ഫുള്ള് തയ്ച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. നമുക്കൊക്കെ ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരുടെ പാൻറ്റൊക്കെ തരും. ഇച്ചിരി അതായത് ചേട്ടന് പാകമാകാണ്ട് കഴിയുമ്പോൾ നമുക്ക് വല്യമ്മച്ചിരി വീട്ടിൽ അല്ലെങ്കിൽ ആൻറ്റിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ ഉപയോഗിച്ചാണ് ഇവർ ഉപയോഗിച്ചാണ് അവർ പാകമുള്ള മോൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ തന്നെ സാധനം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന സൈസായിരിക്കും. നമ്മുടെ ആ പ്രായവും ആ പാൻറ്റിൻ്റെ അളവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനത്തെ പാൻറ്റുകളെ ഓൾട്ടർ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ അരവണ്ണം കറക്റ്റ് ആക്കുക, കറക്റ്റ് ഫിറ്റ് ആക്കുക. ആ ടൈമിലൊക്കെയാണ് ഈ നാരോ ഫിറ്റ് എന്ന് പറയുന്ന ഫാഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ ബൂട്ട് കട്ട് പാൻറ്റൊക്കെ ഉള്ളവർ നാരോ ഫിറ്റ് ആക്കി കൊടുക്കുക, പുതിയ പാൻറ്റ് മേടിക്കുമ്പോൾ ഓൾട്ടർ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയ അല്ലെങ്കിൽ വലിയ സൈസ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ പറഞ്ഞ നമ്മുടെ സൈസിലേക്ക് ആക്കുക. ഇതായിരുന്നു എൻ്റെ പോക്കറ്റ് മണിക്കുള്ള +1 +2 ടൈം. അപ്പോൾ അത്രയും ക്രേസ് ആയിരുന്നു എനിക്ക് ഫാഷനോട്. പിന്നെ ഈ പറഞ്ഞ +1 +2 പഠിക്കുമ്പോൾ എൻ്റെ മിസ്സുമാർ തന്നെ ഒരിക്കലും ഞാൻ പഠിച്ച കാര്യത്തിൽ എന്തായാലും എന്നെ ഓർക്കില്ല. പക്ഷേ ഇതേപോലെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂണിഫോമിൻ്റെ മൊത്തം മറ്റേ തിയറിയെ മാറ്റി കളഞ്ഞതാണ് ഞാനും എൻ്റെ ഗ്യാങ്ങും. അതായത് +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ചേട്ടനൊരു ബൈക്കുണ്ട്, യെല്ലോ കളറ് ഒരു പെയിൻ്റൊക്കെ അടിച്ച ജെറ്റ് സ്പീഡ് എന്നൊക്കെ എഴുതിയൊരു ബൈക്ക്. ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നത് +1 +2 പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നത് ബൈക്കിലാണ്. അപ്പം അന്ന് ആ പോകുന്ന ബൈക്കിനകത്ത് മഞ്ഞ കളർ ബൈക്ക് ഞാനൊരു ലോങ് ടീഷർട്ട്സ് അത് ഞാനിവിടെ ബ്രോഡ്വേ അല്ലെങ്കിൽ ബോട്ടി ചെട്ടി എന്നൊക്കെ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ചെരുപ്പടക്കം, കണ്ണട, മറ്റേ എൻ്റെ കാലംകുട, പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ബാഗ്, മൊത്തം ഒരു യൂണിക് ഐറ്റമായിട്ട് പോകണം. ഇതിൻ്റെയൊക്കെ വേറൊരു ആ കാലഘട്ടത്തിലൊരു വെർഷൻ എന്ന് പറയുന്ന അവർ പോകുന്നു. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞത് ഞാൻ ലേറ്റ് ആയിട്ട് പോയത്. കാരണം അറ്റൻഷൻ കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ട് ലേറ്റ് ആയിട്ട് ചെന്ന്. പക്ഷെ ലേറ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരും ഏതാണ്ട് അന്യഗ്രഹ ജീവിനെ കാണാൻ ഇത് ഏതാടാ ഇവൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ. കാരണം സ്പൈക്കൊക്കെ ചെയ്ത് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് ഇതേപോലെ സ്കിൻ ഫിറ്റായിട്ടൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ വലിയൊരു ചെരുപ്പുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു ഭയങ്കര കാലിനേക്കാളും വലിപ്പം കൂടിയ ചെരുപ്പാണത്. അപ്പം അങ്ങനത്തെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് പിന്നെ എൻ്റെ ഒരു റെഡ് പ്യൂമയുടെ ബാഗുണ്ട്. പ്യൂമയുടെ ബാഗിനകത്ത് കുറേ മറ്റേ സൈക്കിളിൻ്റെ ചെയിൻ ഉണ്ട്, ലോങ് ചെയിൻസ്, ഈ കീ ചെയിൻ ഇടാൻ പറ്റുന്ന ലോങ് ചെയിൻസ് കിട്ടും പണ്ട്. ഇപ്പോഴും ഉണ്ട് അത്. അതാണ് ഈ പോക്കറ്റിലൊക്കെ ഇങ്ങനെ ഇടുന്ന പോലത്തെ സാധനം. അപ്പം അത് നമ്മൾ കുറേ എടുത്തിട്ട് ഈ പറഞ്ഞ ഒരു ബാഗിൻ്റെ എല്ലാത്തിൻ്റെയും സിബിൻ്റെ ഇതിനകത്ത് എല്ലാത്തിലും കണക്ട് ചെയ്ത് വെച്ച് ഈവൻ ഇത് ഞാനല്ലാതെ വേറൊരാളും ഇതിനകത്തൊരു 3 എന്താ പറയുക ചെയിൻ ഉണ്ട്. ആ ചെയിനാണ് കറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അതിനകത്ത് മൊത്തത്തിൽ 12 ചെയിൻ ഉണ്ട്. ഈ ബാഗ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചാണ് 12 ചെയിൻ. ഈ 3 ചെയിൻ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ഈ ചെയിനുകൾ തമ്മിൽ കൂട്ടിയിട്ട് നമുക്കിത് പകുതിക്ക് വെച്ച് ലോക്കാവും, ബാഗ് തുറക്കാൻ പറ്റില്ല. കറക്റ്റ് ഈ 3 ചെയിനിൽ തന്നെ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ചെയിനിൻ്റെ തുമ്പത്ത് എല്ലാത്തിലും ഞാൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എല്ലാ 12 ചെയിനും 12 ലോക്കറ്റ് ഉണ്ട്, ചെറിയ ചെറിയ ഹാർട്ടിൻ്റെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു ബാഗായിരുന്നു അത്. അതിപ്പോഴുണ്ടോ കയ്യില്? ഇല്ലില്ല, എൻ്റെ കുട എപ്പോഴും ഉണ്ട്. ബാഗ് അതൊക്കെ കഴിഞ്ഞ് നമ്മളറിയില്ലല്ലോ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. സത്യം ഉണ്ടായിരുന്നു, നമുക്ക് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതൊരു ഇങ്ങനെയൊക്കെ ഞാൻ ചെല്ലണേ. ഫസ്റ്റ് ഡേ ഒരു കാലംകുടയുടെ ഇത് പീസ് ബാക്കിൽ ഇപ്പോഴും ചാർത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നശിച്ചു പോയായിരുന്നു, ബട്ട് എന്നാലും അത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് ഇങ്ങനെയാണ്. വൈറ്റ്, അതിൻ്റെ താഴെ ഒരു പിങ്ക്, അതിൻ്റെ താഴെ ബ്ലാക്ക്, അങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു കാലംകുട. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം എന്താണ്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കുന്നത്. ഇവന്മാരൊക്കെ കൂടി എന്നെ സൈഡ് ബെഞ്ചിലിരുത്തി. കാരണം ഇത് ഏതോ അന്യഗ്രഹ ജീവി, ഇവനെ കൊണ്ട് പറ്റില്ല, ഇവനെ പിടിച്ചിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലോക്കൽസ് സുഹൃത്തുക്കൾ. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട്സായി എല്ലാവരുമായിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ ക്യാമ്പസിൽ പിന്നെ എൻ്റേതായ രീതിയിൽ പിന്നെ ഈ പറഞ്ഞ ഒരു ബൈക്കൊക്കെ കാണിക്കുന്നു, ബൈക്കിൽ നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഇടേണ്ട ടൈമായി. അപ്പോൾ എന്തായാലും യൂണിഫോം ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള തയ്ക്കുള്ളൂ. അങ്ങനെ യൂണിഫോം ഞാൻ തയ്ച്ച്, അതും ഈ പറഞ്ഞ ലോങ് ഷർട്ട്, ഭയങ്കര നാരോ ഫിറ്റഡ് ആയിട്ടുള്ള പാൻറ്, അങ്ങനെ ഒരു 10 ദിവസം അതിട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എന്നെ ക്ലാസ്സിൽ മിസ് പുറത്താക്കി നിർത്തും. അതായത് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നീ മാത്രമേ ഫോക്കസ് ചെയ്യാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇന്നും ചീത്ത പറഞ്ഞ് പുറത്തെടുത്തു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ മാതിരി അവിടെ വെച്ചിട്ട് കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് ഇട്ടിട്ട് പോകൂടാന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും വന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇനി അമ്മേനെ വന്നാലേ കേട്ടോളൂന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അമ്മേനെ കൊണ്ട് വന്നു. പിന്നെ അവിടെ ആസ് യൂഷ്വൽ ടോക്ക് ഉണ്ടല്ലോ, ഇവനൊക്കെ പഠിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ എന്തിനു നടക്കുന്നതാണെന്നൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ടോക്കുകൾ. അമ്മ വന്നിട്ട് അവസാനം കരഞ്ഞ് എന്നോട് പറയാണ്ട് പോയി. അമ്മ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് പോയി തയ്ക്കാൻ ഒരു പാൻറ് ഷർട്ടും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പാൻറ് ഷർട്ടും വന്നത്. അത് നമ്മളീ പറഞ്ഞ മാതിരി
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇടൂല എന്ന് വിചാരിച്ചാണ് സാധനം. അതായത് ഭയങ്കര ലൂസൊക്കെ ഉള്ള മറ്റേ ശരിക്കും യൂണിഫോം ഇരിക്കില്ലേ, മറ്റേ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടുള്ള ഒരു സാധനം. ഞാനിത് എങ്ങനെ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പിന്നെ അമ്മച്ചി ഭയങ്കര ഇമോഷണലി എന്നെ ട്രാക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇമോഷണലി ഇതൊക്കെ പറഞ്ഞ് നിന്നെ ഞാനാണ് നോക്കണം, അച്ഛൻ ഗൾഫിലല്ലടാ, നീ എനിക്ക് വേണ്ടിയെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ഇട്ട്. പിന്നെ ഞാൻ ആ പാൻറ്റുമ്പോൾ തന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ പറഞ്ഞു, അമ്മ ഷർട്ട് ഞാൻ ഇടൂല, ഷർട്ട് എനിക്ക് എന്തായാലും ഇടാൻ പറ്റൂല, പാൻറ്റ് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് പാൻറ്റ് ഇട്ടിട്ട് പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഭയങ്കര ലൂസ് ഫിറ്റ് പാൻറ്റാണ്. അപ്പം അതിൻ്റെ അടിഭാഗത്ത് പ്രസ് ബട്ടൺ വെച്ചു. ഇവിടെ തൊട്ട് ഈ ഏരിയ വരെ പ്രസ് ബട്ടൺ വെച്ചിട്ട് ഉള്ളിലേക്ക് അടച്ചു വയ്ക്കും. അതായത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കാൻ പറ്റും. നാരോ ബാഗി ഫിറ്റ് സാധനം കിട്ടുന്നു. ഇവിടെ തൊട ഭയങ്കര ലൂസും മുട്ടിൻ്റെ താഴത്തോട്ട് ഭയങ്കര ഇതും. അതിങ്ങനെ ഒരാഴ്ച ഞാനങ്ങനെ നടന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ മിസ് പിടിച്ചത് കണ്ടുപിടിച്ച വഴി സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ഞാൻ നോർമൽ പാൻറ് ഇട്ടിട്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ആത്മാർത്ഥമായിട്ടുള്ളൊരു കൂട്ടുകാരൻ ചെന്നിട്ട് മിസ്സേ മറ്റോണം അത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും പൊക്കി പിന്നെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പിന്നെ എനിക്ക് വാശി, ഇനി ഞാൻ ഈ പാൻറ്റൊന്നും ഇല്ല, പഴയ പാൻറ് ഇട്ടിട്ടുള്ളൂ. പിറ്റേ ദിവസം പഴയ പാൻറ് ഇട്ടിട്ട് വരും. അങ്ങനെ രാവിലത്തെ പീരീഡ് പുറത്തിരിക്കും. അങ്ങനെ ഒരു 5 ദിവസം ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ ഇങ്ങനെ, അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര സിങ്കായി. രാഹുൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. രാഹുൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫറാണ്. അവനിങ്ങനെ വിളിക്കും പുറത്ത് നിന്നിട്ട്, മച്ചവാ നീ വെൻഡോ എന്ന് ചോദിച്ചിട്ട് രാഹുലിൻ്റെ പാൻറ്റാണ് ആദ്യം കൊണ്ടുപോയി ഞാൻ എൻ്റെ പാൻറ്റ് പോലെ ആക്കി. അപ്പം ഞാൻ രാഹുലും പുറത്തായി. അങ്ങനെ എൻ്റെ ഗ്യാങ്ങിൽ 13 പേരുണ്ട്. പിന്നെ റോണി, ഓരോ ദിവസം ഓരോരോ ആൾക്കാരെ അവരുടെ പാന്റ് മാറ്റി കൊടുത്തു. അതെ, 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും 2 പേർ വെച്ച് പാൻറ് ഉണ്ടാവല്ലോ, ഓരോ പേർ ഇങ്ങനെ. അപ്പൊ നമ്മള് 12 പേരും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ നമ്മള് ഒരാഴ്ച 12 പേരും മറ്റേ അക്കൗണ്ടൻസി മിസ്സാണ് ഞങ്ങളുടെ ക്ലാസ് മിസ്സിന്റെ പീരീഡ് പുറത്താണ്. അപ്പൊ പിന്നെ നമ്മള് 10 പേരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അലമ്പായിരിക്കുമല്ലോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ക്ലാസ് പുറത്തായ പോലെ ആയിരിക്കും. പിന്നെ ടീച്ചർമാർ എന്നെ തോറ്റു, ഇനി നീ എന്തെങ്കിലും കാണിക്കടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇപ്പൊ ആ ടൈമിൽ അങ്ങനെ ഒരു ഓക്കെ ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എൻ്റെ ഫാഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി പൈസ ഉണ്ടാക്കുന്നതൊക്കെ ഫാഷൻ പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്ന ഫാഷൻ ഡിസൈനറായിട്ട് തന്നെ എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ ഫാഷനെ കുറിച്ചിട്ട് വീട്ടുകാരൊക്കെ അവയർനെസ് ഉണ്ടല്ലോ. ഈ പറയുന്ന മാതിരി ഈ ഫീൽഡ് ഭയങ്കര മോശം ഫീൽഡാണ്, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ എൻ്റെ മോനെ നാളെ ഒരു ടൈലറായിട്ട് എനിക്ക് കാണാണ്ട് വരുമല്ലോ എന്ന് പറയുന്ന തോട്ട്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഫാഷൻ TV എന്ന് പറയുന്നത് ബാൻഡായിട്ടുള്ളൊരു ടൈമിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഫാഷൻ TV വെച്ച് കഴിഞ്ഞാൽ പറയും നീ ഇതാണ് സാത്താൻ്റെ കുഞ്ഞുങ്ങളാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫാഷൻ TV ഭയങ്കര റോങ് ആയിട്ടുള്ള തിങ്കാന്നുള്ള രീതിയിലാണ് ആ ടൈമിലുള്ളത്. അപ്പോൾ ഒരിക്കലും എൻ്റെ വീട്ടുകാർ ഈ ഒരു മേഖലയിലേക്ക് വിടാൻ തയ്യാറായിരുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഗതി കെട്ടിട്ടാണ് BCom എടുത്തത്. എന്നെ പഠിപ്പിക്കാൻ വിടല്ല. ഞാൻ കുറേ കരഞ്ഞു നോക്കി, നടപടിയാവുള്ള. അങ്ങനെ എന്നിട്ട് BCom പഠിക്കാൻ കയറി. BComൽ വട്ടച്ചെലവ് ഇതൊക്കെ തന്നെ. മറ്റേ കാറ്ററിംഗ് പണിക്ക് പോകുമ്പോൾ പല ജോലിക്കും പോയെങ്കിലും ഈ പറഞ്ഞ മാതിരി എൻ്റെ ഫാഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിച്ചിങ് കൂടെയാണ് ഞാൻ എൻ്റെ സൈഡ് ഇൻകം, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റ് മണി. ഒരു ദിവസം എനിക്ക് അങ്ങനെ വന്നാലും 300 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു പാൻറ്റും ഷർട്ടും ഞാൻ കോസ്റ്റ് ചെയ്യുന്നത് 50 രൂപയാണ്. അതായത് 20 രൂപ ഷർട്ടിനും 30 രൂപ പാൻറ്റിനും. ഇച്ചിയും കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് 10 രൂപ വെച്ച് കൂട്ടി വന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു 5 ഷർട്ട് അല്ലെങ്കിൽ 10 ഷർട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ സമയം കിട്ടുമോ? പിന്നെ നമ്മളിങ്ങനെ നോക്കി നടിക്കുന്ന ആളാണ്. അതായത് മെഷർമെൻ്റ് ഒന്നും വേണം. നമ്മൾക്ക് ഓക്കെ അവൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവന് ഷർട്ട് ഒന്ന് ഇട്ട് കാണിച്ചു തരാൻ പറയും. പിന്നെ നമ്മളത് നോക്കി സ്റ്റിച്ച് ചെയ്യണ ആളാണ്. അത് പെട്ടെന്ന് മൊട്ടറില്ല. നമുക്ക് ഓക്കെ ഒരു ഷർട്ട് 2 സൈഡിൽ ഷേപ്പ് ചെയ്ത് കൊടുത്ത് അതിനെ ഡബിൾ സ്റ്റിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 20 മിനിറ്റ് മാക്സിമം പോയാൽ വരുള്ളൂ. പെർഫെക്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുക്കാൻ എനിക്ക് 10 മിനിറ്റ് താഴെ വരുള്ളൂ. ഇട്ട് നോക്കി ട്രയൽ കഴിഞ്ഞിട്ട് പിന്നെ ആ സൈഡ് കട്ട് ചെയ്ത് തന്നിട്ട് ഒറ്റ സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ ഈസി പരിപാടിയാണ്. അപ്പോൾ എങ്ങനെ വന്നാലും എനിക്ക് 2 മണിക്കൂർ സ്പെൻഡ് അല്ലെങ്കിൽ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഒരു 300 രൂപ 400 രൂപ പോക്കറ്റ് മണി എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ആ ടൈമിൽ. പിന്നെ അതൊരു ക്രേസ് ആയിരുന്നു. എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തരും അത് ഇട്ടിട്ട് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള സാധനം കിട്ടി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. പണ്ടേ തൊട്ട് ക്രേസാണ്. ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ക്രേസാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു BCom പഠിച്ചു, നിർബന്ധം കൊണ്ട് BCom പഠിച്ചു. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാം. BCom പകുതി 6 മന്ത് ആവണുള്ളൂ BCom. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ ജോയിൻ ചെയ്യാൻ കാര്യം പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പിന്നെയും അത് സമ്മതിച്ചില്ല. അങ്ങനെ
ഞാൻ വീണ്ടും നിർബന്ധിതമായിട്ട് പഠിക്കണം. ഞാൻ 1 മാസം ക്ലാസ്സിൽ പോയില്ല കേട്ടോ, പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അച്ഛൻ എനിക്കൊരു ഫോണൊക്കെ അയച്ചു തന്നു ഗൾഫിൽ നിന്ന്. എന്തിനാ? അല്ല, പോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ. ഞാൻ സോപ്പിടുന്ന പോലെ അല്ലേ? അങ്ങനെ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പിന്നെയും ബി കോമിന് പഠിക്കാൻ പോയി. പിന്നെ ബി കോം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബി കോമിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ പ്രണയത്തിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ പോകാൻ നിർബന്ധിതമാകുന്നു. അങ്ങനെയൊക്കെ അന്ന് ബി കോം കഴിഞ്ഞു. ബി കോം ജസ്റ്റ് പാസ്ഡ് ആണ്. പ്രണയസഖിയെ തന്നെയാണോ കല്യാണം കഴിച്ചത്? അയ്യോ അല്ല ആ പ്രണയസഖി വേറെ ആളാണ്. ഇത് പി ജിക്ക് ഞങ്ങള് മറ്റേ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞത് 7 വർഷത്തെ പ്രണയം. അത് പി ജിയുടെ സമയത്തുള്ള പ്രണയം. ഞാൻ എന്താണോ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത് അത് പഠിക്കാൻ കയറിയ സമയത്ത്. ബി കോം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം ഇതാണ്, അതായത് MBA പോകണം. അത് തന്നെ അടുത്ത സ്റ്റെപ്പ്. ബി കോം കഴിഞ്ഞാൽ MBA പോവാം, അല്ലെങ്കിൽ MCOM പോവാം, ബാങ്ക് ജോലി മേടിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ കമ്പനിയിൽ ജോലിക്ക് കൊണ്ടുപോകുക ഗൾഫിൽ. ഇങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഞാൻ നിന്ന്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞിറങ്ങി ആദ്യം അമ്മയുടെ തോന്നി, എൻ്റെ പുന്നമ്മേ, ഞാൻ ഒന്നില്ലെങ്കിൽ വല്ല ആളുടെ കൂടെ തയ്ക്കാൻ പോയി ജീവിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ഈ പണിക്കൊന്നും പോവില്ല, വെറുതെ വീട്ടിലിരിക്കും, പഠിക്കണ്ട, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വേറെ ഒന്നും പഠിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു മാസ്റ്റേഴ്സ് കൊടുക്കില്ല, എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയായിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്തു. പിന്നെ അച്ഛൻ ഫോണിൽ വിളിച്ച് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശിക്ക് പഠിക്കാൻ പോയതാണ് MSc. ഞാൻ എൻ്റെ ഇടയിൽ ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു. MScക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ BCom പ്ലസ് എനി ഡിഗ്രി ഡിപ്ലോമ ഇൻ ഫാഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുണ്ടായിരുന്നു. അത് കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് MSc എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ MScക്ക് സീറ്റ് കിട്ടി എനിക്ക്, MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്. ഞാൻ അങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ആ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു 3-4 മാസം കഴിയുമ്പോൾ എനിക്ക് ഫസ്റ്റ് സിനിമയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. ഓപ്പർച്യൂണിറ്റി വന്നേ അത് ഈ പറഞ്ഞ മാതിരി ഞാൻ വെഡ്ഡിങ് വർക്കുകളൊക്കെ ഇപ്പോൾ BCom ഒക്കെ ആ ടൈമിൽ നിന്നൊക്കെ BComൻ്റെ സ്റ്റേജിലൊക്കെ ഞാൻ ഒരുപാട് വെഡ്ഡിങ് വർക്കുകൾ ചെയ്യുന്നു. കാരണം ഓൾറെഡി സ്റ്റിച്ചിങ്ങിനകത്ത് എനിക്ക് അത്യാവശ്യം നാട്ടിലൊരു ലേബിളുണ്ട്. നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കസിൻസിൻ്റെ ഒക്കെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ എൻ്റെ സിസ്റ്ററുടെ തന്നെ വെഡ്ഡിങ്ങിന്, അതെൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനാണ്. സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനകത്ത് ഞാൻ എറണാകുളത്ത് നിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വന്നത്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഞാൻ ഈ ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആക്സസറീസ്, ഞാൻ കൊണ്ടുവന്ന രീതികളും ഇവൾ ഒരുക്കുന്ന രീതികളും മേക്കപ്പിന് പറയുന്ന സജഷൻസൊക്കെ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി എന്നെ ഈ പറഞ്ഞ മാതിരി സിനിമയ്ക്ക് സോണിയ സാൻഡിയോ എന്ന് പറയുന്ന സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് സിനിമ ലൊക്കേഷൻ കാണുന്നത് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ വേദികയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് വന്ന ടൈമാണ്. പിന്നെ അവിടെ നിന്നുള്ള ജേണി ഈ പറഞ്ഞ മാതിരി ഭയങ്കര സിനിമ ചെയ്യണം എന്ന് തോന്നിയതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള കുറേ ടോർച്ചറിങ് ആണ്. സിനിമ എല്ലാവർക്കും ഒരേപോലെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്ന കാലഘട്ടത്തിൽ ഒരേപോലെ അല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ സിനിമേനെ സമീപിക്കുന്ന രീതികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പണ്ട് ഞാനൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2016-15 ആ ടൈമിലൊക്കെയാണ് വരണത്. അപ്പോൾ ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഈ ഇൻസൾട്ട് ചെയ്യണ പരിപാടികൾ ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് ഒരുപാട് ഡാർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന മാതിരി പെട്ടെന്ന് യങ് ഏജിൽ വന്ന് കയറുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മളൊരു സജഷൻ പറയുന്ന സമയത്ത് അതിനെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുടെ അടുത്ത് നിന്ന് കുറേയും പണി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാക്കലൊക്കെ. അപ്പം ഞാൻ ഒറ്റൊരു സ്പാർക്കിലാണ്ടോ ഞാൻ സിനിമ ഹോൾഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ MSc കഴിഞ്ഞിട്ട് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പാരീസിലേക്ക് പോയേനെ. അപ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം ഇപ്പോഴും ഒന്നില്ലെങ്കിൽ PhD ചെയ്യണം. PhDയിൽ എൻ്റെതായ ഒരു ഓൺ ഫാബ്രിക് ഞാൻ റിസർച്ചിങ്ങിലുണ്ടായിരുന്നു. ഞാൻ PG പഠിക്കുന്ന ടൈമിൽ. പിന്നെ PG പാസ്സാവാത്തതുകൊണ്ട് പിന്നെ ആ വിഷമം ഉണ്ടായില്ല. അതായത് സിനിമയിലേക്ക് അപ്പോഴേക്കും ഇന്നായി സിനിമയിൽ ഇൻസൾട്ടിങ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ സിനിമ തന്നെ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. പിന്നെ ഞാൻ PGക്ക് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ MSc കഴിഞ്ഞിട്ട് എനിക്ക് PhD പാരീസിൽ എവിടെയെങ്കിലും പോയി ചെയ്യണം. എനിക്കൊരു സിസിലി എന്ന് പറഞ്ഞ ഫാബ്രിക്, എൻ്റെ അമ്മയുടെ പേരിലൊരു ഫാബ്രിക് ഞാൻ ലോഞ്ച് ചെയ്യണം. അതൊക്കെ ആയിരുന്നു ആ ടൈമിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹം. പിന്നെ ഈ സിനിമയിൽ വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് എനിക്കത് ഞാൻ പണിയെടുത്തിട്ട് ഞാൻ പ്രൂവ് ചെയ്തിട്ട് പോകുള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് ഇന്നായി കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമയിൽ ഞാൻ പഠിച്ച ഫാഷൻ ഡിസൈനിങ്ങോ ഞാൻ പഠിച്ചൊരു സാധനം കൂടെ അപ്ലൈ ചെയ്യാനില്ലെന്ന് മനസ്സിലായി. കാരണം ആദ്യത്തെ 5 സിനിമ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. 5-6 സിനിമ എനിക്ക് മറ്റേ പുതിയത് മേടിച്ച് പഴയത് കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ 7ാമത്തെ സിനിമയാണ് കെട്ടിയോളാൻ്റെ മാലാഖ. കെട്ടിയോളാൻ്റെ മാലാഖയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ
എന്നെ അത്തരത്തിൽ ഇഷ്ടപ്പെടണം, ഓക്കെ സിനിമയിൽ ഇനി കൺസിസ്റ്റിംഗ് ആയിട്ട് നിന്ന് പോകണം, ഫ്യൂച്ചറിൽ കുറേ സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായത്. അത് കെട്ടിയോളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒരു ഡള്ളിങ് പ്രോസസ്സുകൾ, അല്ലെങ്കിൽ ഈ പഴയ ഡ്രസ്സാണ് സിനിമയ്ക്ക് ലൈഫ് നൽകണേ എന്നുള്ള പ്രോസസ്സ്, അത് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കെട്ടിയോളുണ്ട് പോലെ. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകണു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറിയ ജേണി. ലൈഫ് ജേണി. അതെ അതെ. ഈ പറഞ്ഞ പോലെ കെട്ടിയോളാൻ്റെ മാലാഹ, അതിനുശേഷം ഏത് മൂവിയായിരുന്നു ചെയ്തത്? മിന്നൽ മുരളിയായിരുന്നു. കെട്ടിയോള് കഴിഞ്ഞിട്ട് വെയിൽ എന്ന് പറഞ്ഞ പടമായിരുന്നു. കെട്ടിയോള് വെച്ച് പക്ഷെ ബേസിൽ തന്നെ കണക്റ്റായി. കെട്ടിയോളുടെ പരിപാടിയൊക്കെ ബേസിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ കെട്ടിയോളും ഇൻഡസ്ട്രിയിൽ എൻ്റെ സിനിമാ കരിയറിൽ ഞാൻ 7 പടം ചെയ്ത് 7ാമത്തെ പടമാണ് കെട്ടിയോളാൻ്റെ മേലെ. 8ാമത്തെ പടം മറ്റേ വെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈമിലാണ് പടം റിലീസാവുന്നത്. ഞാൻ 7 പടം ചെയ്തതിൽ ആദ്യം റിലീസായത് കെട്ടിയോളാൻ്റെ മലകയാണ്. കരിയറിലെ ഏറ്റവും വലിയ പടം ചെയ്തത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ പടം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മിന്നൽ മുരളി. ഓക്കെ, പടം വർക്കായി. പിന്നെ മിന്നലിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ട് പിന്നെ മിന്നൽ മുരളി ചെയ്തപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുരളിയുടെ ഡ്രസ്സ് അത് പറയേണ്ടത് തന്നെ ആയിരുന്നു അല്ലേ. ആ ലാസ്റ്റ് അതിന്റെ പേര് ഒത്തിരി വീഡിയോസും വന്നായിരുന്നു. പുള്ളി തന്നെ ഡ്രസ്സ് അതെ, അതെങ്ങനെ ഡിസൈൻ ചെയ്ത് അത് വന്നത്? അത് ഈ പറഞ്ഞില്ല, ഞാൻ 8ാം ക്ലാസ്സിലോട്ട് തയ്ക്കുന്ന ആളാണ്. ജെയ്സൺ ടൈലറാണ്. എനിക്ക് ടൈലറിങ് പരിപാടികളുണ്ട്. അപ്പൊ ഈ പറയുന്ന ജെയ്സന്റെ ഒക്കെ വേറെ വേഷം ഞാൻ പറഞ്ഞില്ല, +1 +2 പോയത് ഈ പറയുന്ന അഡിഡാസിന്റെ ഒക്കെ മറ്റേ ഈ വലിയ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞത് അഡിഡാസ് എന്ന് പേര് എഴുതിയതും അങ്ങനത്തെ അബിബാസ് എന്നായിരിക്കും, പക്ഷെ വായിക്കുന്നത് അഡിഡാസ് എന്നാണ്. അപ്പൊ ഇത് ലൈഫിൽ എവിടെയൊക്കെ കണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടൈലറാണ്. പിന്നെ എനിക്ക് ജെയ്സനും ബിജിയും ബ്രൂസ്ലി ബിജിയുടെ ക്യാരക്ടറിനെയും ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ റെഫറൻസുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയായിരുന്നു ഒരാളുടെ റെഫറൻസ് എടുത്ത ജെയ്സന്റെ കഥാപാത്രത്തിന് അങ്ങനെ തന്നെ ഹോളിവുഡ് സിനിമകളിനെ ഇൻസ്പയർ ചെയ്തിട്ട് അവരുടെ ഇപ്പോൾ ഫാഷൻ സൈക്കിൾ ചെയ്ത് തന്നെ ഒരു രീതിയുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഹൈ എൻഡ് ഫാഷൻ വരും, മിഡിൽ ക്ലാസ്, ലോവർ, അങ്ങനെ ഫാഷൻ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്നത് ജെയ്സൺ ഫോളോ ചെയ്തിട്ടുണ്ടാവാം. ഹൈ ബ്രാൻഡിനെ കുറിച്ചുള്ള പേരൊക്കെ ഉണ്ട്, ബട്ട് ഇവര് കണ്ട എന്തെങ്കിലും തിരിച്ചു മറിച്ചിട്ടേ ഉള്ളൂ. അതെ അതെ. അപ്പം അങ്ങനത്തെ കുറേ തോട്ട് പ്രോസസ്സുകളിൽ നിന്നാണ് ഓക്കെ ജെയ്സൺ. ഇപ്പം ഞാനടക്കം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ജെയ്സൺ എനിക്ക് ഭയങ്കര കിട്ടി. കാരണം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ജെയ്സന്റെ കമ്മലാണോ? ആ ജെയ്സന്റെ കമ്മല് അത് വേറെ നമ്മളൊരു കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് നമുക്ക്. എനിക്ക് പിന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതൊക്കെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നലും ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു സിനിമയാണ്. ഈ പറഞ്ഞ മിന്നലിൽ അച്ചീവ്മെന്റ് കിട്ടുമെന്ന് ഓർത്തൊന്നുമല്ല മിന്നൽ ചെയ്തത്. ആക്ച്വലി ആ മൊമെന്റ് എന്തായിരുന്നു ഫീൽ ചെയ്തത്? സ്റ്റേറ്റ് അവാർഡ് തന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ഓക്കെ സ്റ്റേറ്റ് അവാർഡ് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു എന്ന് ഫീൽ കിട്ടിയത്. കാരണം ഇത് സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു ഹ്യൂമർ ജേണി ഉണ്ട് എൻ്റെ ലൈഫിൽ. അതായത് ഞാൻ സ്റ്റേറ്റ് അവാർഡ് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ തമാശ രീതിയിൽ എൻ്റെ സുഹൃത്തിന്, അതായത് എൻ്റെ അസോസിയേറ്റ് പയ്യനുണ്ട്. കാരണം മിന്നൽ മുരളി ഹെക്ടിക് പണിയെടുത്ത ഇതാണ്. എനിക്ക് 23-ാം വയസ്സിലാണ് മിന്നലിൽ ജോയിൻ ചെയ്യണത്. 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിന്നൽ ഓക്കെ പ്രീ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് കുറേ നാൾ മുമ്പ് വരുന്നു. പിന്നെ ഇത് 3 വർഷത്തോളം മറ്റേ പ്രോസസ്സിങ് പോയി. അപ്പോൾ അതായത് കൊറോണ കഴിഞ്ഞ് പടം ഇറങ്ങുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ജേണി ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശിഷ്യനെ വിളിച്ചു പറയും, ഈ പടത്തിൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇനി മലയാള സിനിമയിൽ അവാർഡ് കിട്ടില്ലല്ലോ. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോഡിയൊക്കെ എക്സോസ്റ്റഡ് ആയിട്ട് 1 വീക്കൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 വീക്ക് ഞാൻ വൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ സ്റ്റൂള് പോകുന്നത് മൊത്തം ബ്ലഡാണ്. കാരണം എനിക്ക് ബ്രേക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറ്റില്ല. കാരണം ഞാൻ ബ്രേക്ക് എടുത്ത് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നാളത്തെ ഷൂട്ടിൽ ഡിലേ വരും, പ്രശ്നങ്ങൾ വരും. അതായത് ഞാൻ പർച്ചേസിങ്ങിന് വന്ന രീതിയൊക്കെ ഉണ്ട്. വയനാട്ടിൽ നിന്ന് നമ്മൾ വണ്ടി കയറും, രാത്രി KSRTC ബസ്സിൽ കയറിയിട്ട് രാവിലെ ഇവിടെ വന്നിറങ്ങും. രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. 6-7 മണി കൊച്ചിയിലെത്തും. പിന്നെ 10-11 മണി അവിടുത്തെ സ്റ്റോർ തുറക്കാൻ. അതുവരെ കിടന്നുറങ്ങും. എന്നിട്ട് അന്ന് 11 മണിക്ക് എൻ്റെ ബുള്ളറ്റ് എടുത്തിട്ട് ഞാൻ പർച്ചേസിങ്ങിന് ഇറങ്ങും. അത്യാവശ്യം സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്യും. എന്നിട്ട് വന്നിട്ട് നേരെ ഈ തിരിച്ചുള്ള ബസ്സിൽ കയറി പോവും. തിരിച്ചു പോകുമ്പോൾ സ്ലീപ്പറിൽ കിടന്നുറങ്ങിയിട്ട് പോകും. അതായത് വരുന്ന യാത്ര ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കുറേ നാൾ പർച്ചേസിങ്, അങ്ങനെ കുറച്ച് ആൾ 70-75 ദിവസത്തോളം ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ഉണ്ടായിരുന്നു വയനാട്. അപ്പോൾ ആ ഫസ്റ്റ് ആയതൊരു 10-15 ദിവസമായിരിക്കും സിനിമ സെറ്റ് ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പല സാധനങ്ങൾ ഫില്ല് ഉണ്ടാകുമ്പോൾ എനിക്ക് വയനാട് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഈ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് ചില സ്ഥലത്ത് കസ്റ്റമൈസിങ്ങിന് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നോക്കണം.
അപ്പോൾ ആ ജേണി ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ തമാശക്ക് ശീശനോട് പറയും, എടാ ഈ പടത്തിൽ പണിയെടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് പടത്തിൽ കിട്ടും എന്നുള്ളത്. അതെ. പിന്നെ ഈ പറയുന്ന ഞാൻ അതൊക്കെ കഴിഞ്ഞ് പടം വർക്ക് ചെയ്ത് കഴിഞ്ഞു, പടം റിലീസായി. നമ്മൾ പിന്നെ അടുത്ത വർഷത്തെ അവാർഡ് കമ്മിറ്റി വരുന്നത് ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ അവാർഡ് രാവിലെ ഇന്ന് സ്റ്റേറ്റ് അവാർഡാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ ഇത് ഈ തവണത്തെ നോമിനേഷനിൽ ഞാനുണ്ടോ എന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ലൈഫിൽ വേറൊരു വലിയൊരു ഇൻസിഡൻറ്റിൽ ഞാനും വൈഫും കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അവാർഡ് അറിയണം. ഭയങ്കര ഭയങ്കര പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ടി വിയിൽ കണ്ടിട്ടല്ല അവാർഡാന്ന് പറഞ്ഞത്. എന്നെ നാട്ടിൽ നിന്ന് വേറെ കുറേ ചേട്ടന്മാരൊക്കെ വിളിച്ച് പറഞ്ഞു, മച്ചാനെ നിനക്കവിടെ ഈ തവണത്തെ സ്റ്റേറ്റ് അവാർഡ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ചുമ്മാ തമാശ കളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. എടാ സത്യമായിട്ട് നിനക്കവിടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പോഴാണ് ഞാൻ ഓക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ഈ അവാർഡൊക്കെ കിട്ടി ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്താൻ പറയണത്. അപ്പോൾ അവാർഡിൻ്റെ മൊമെൻറ്റ് ഈ നമ്മൾ ചിലവരുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ, വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അവാർഡ് കിട്ടിയ മൊമെൻറ്റിൽ തന്നെ നാട്ടുകാരൊക്കെ എടുത്ത് പോകും. ഞാൻ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അവാർഡ് കിട്ടിയത് അറിഞ്ഞത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ള കാര്യം അറിയണേ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാൻ 1.5 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാണ്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ +1 +2 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയ ഫ്ലെക്സ് ഒക്കെയാണ് ഞാൻ അവിടെ ഇരിക്കണത് കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും ആ ഏരിയയിലേ വരില്ല എന്ന് നമുക്കറിയാം. ആ നിൽക്കുന്ന ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ 3 കിലോമീറ്റർ റേഡിയേഷൻ, അതായത് എൻ്റെ വീട്ടിലെത്തന്നെ 1 കിലോമീറ്റർ മുമ്പ് ആദ്യത്തെ ഒരു ഫ്ലെക്സ് കാണാൻ എൻ്റെ എന്റെ ഫ്ലെക്സോ, അതായത് നാടിൻ്റെ പൊന്നോന് പുത്രന് മറ്റേ എന്താണ് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഫ്ലെക്സ് ആണ്. പിന്നെ അങ്ങനെ ഒരു 15 ഫ്ലെക്സ് നാടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ റേഡിയേഷനിൽ. പിന്നെ ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടണം. ഞാനപ്പോൾ മൊത്തം വണ്ടറായി പോയി, ചേടാ ഇതിപ്പോൾ എന്താണ്. അതായത് സ്റ്റേറ്റ് അവാർഡിൻ്റെ ഓരോ സ്റ്റേജസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ അതുവരെ ഓക്കെ ഞാൻ പോയ മേഖല മോശമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പച്ചൻ അതിനകത്ത് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാൻ ചൂസ് ചെയ്ത മേഖല മോശമാണ്, ഈവൻ ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലോങ് ഹെയർ ആയിരിക്കും, എൻ്റെ ലുക്കിനെ ചർച്ച ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ളൊരു ലോഡ് ആളുകളിനകത്തു നിന്ന് കുറേ പേര് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറേ പേർക്ക് മാറ്റങ്ങളുണ്ട്. അതായത് ഞാൻ ആ നാടിന് വേണ്ടി ഒരു അവാർഡ് കൊന്നു, അല്ലെങ്കിൽ നാട്ടിൽ 2 രീതിയിൽ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട്. അതായത് ഈ പറഞ്ഞ എൻ്റെ ക്യാരക്ടർ വൈസ് നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ തല്ലും ബഹളമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലുക്ക്, അല്ലെങ്കിൽ എന്ത് പരിപാടിക്ക് പോയാലും ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ മുടി വളർത്തിയാണ്, ഭയങ്കര ലോങ് ഹെയർ. അപ്പോൾ പലതരത്തിലുള്ള ടോക്കുകൾ നമ്മളെക്കുറിച്ച് ഇവൻ നാട്ടിലേക്കോട്ടെ പുറത്തേക്കോട്ടെ എല്ലായിടത്തും. ഇതൊക്കെ എൻ്റെ അച്ഛനമ്മയും കേട്ടിട്ടുണ്ട്. ആ അച്ഛനമ്മയും പിന്നെ ഞാനടക്കം ഞെട്ടിപ്പോയി. ഇതേപോലെ പൊന്നാട നീക്കാൻ കുറേ ആളുകൾ വരാം, അതിനെ കോമ്പീറ്റ് ചെയ്ത് വേറെ ആളുകൾ വരാം. പിന്നെ ഒരു സ്ഥലത്ത് സ്വീകരണം ആദ്യം എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ആദ്യത്തെ ഒരു നാട്ടുകാർ തന്നിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമായിരുന്നു. അത് പെട്ടെന്ന് ഷിഫ്റ്റ് ആയ ആളുകൾ. എനിക്ക് ആ മൊമെൻറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി, എന്നെക്കാളും ഹാപ്പി എൻ്റെ പാരൻസ്. അതേപോലെ എൻ്റെ അമ്മ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതായത് മോനെക്കുറിച്ച് ഇന്നേ വരെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മോൻ അല്ലെങ്കിൽ അവൻ നന്നായി വരും എന്നൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും ലോങ് ഹെയർ, മുടി വെട്ടണം, ഇവൻ ഏത് സിനിമയിലാണ്, സിനിമ ഫീൽഡ് മൊത്തം മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കേട്ടെടുത്തുനിന്ന് പെട്ടെന്ന് ഒരു ദിവസം, കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ എപ്പോഴും കേൾക്കുന്നത് മോൻ നാടിൻ്റെ ഐശ്വര്യം, മോൻ ഈ നാടിന് അഭിമാനം, അല്ലെങ്കിൽ മോനെ പോലെ ഒരു ആളെ കിട്ടാൻ സിസിലി പുണ്യം ചെയ്യണം എന്നൊക്കെ പറയണ കേട്ട് ഓവർ എക്സൈറ്റഡ് ആയിട്ട് അമ്മ ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നിട്ട് 3 ദിവസം ഞാനിപ്പോ ദൈവമേ അവാർഡൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെയായോ. അത് ലൈഫിൽ ഇതുവരെ അവർ കേട്ടിട്ടില്ല. ഈവൻ അപ്പച്ചനായാലും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. എന്നെ വളർത്തി എനിക്ക് 28ാം വയസ്സിലാണ് അവാർഡ് കിട്ടുന്നത്. ഇപ്പോൾ 2 വർഷമായി അവാർഡ് കിട്ടിയിട്ട്. അപ്പോൾ 28ാം വയസ്സിൽ അവാർഡ് കിട്ടുന്ന സമയത്ത് ചേടാ ഇത് അതും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡിന്ന്, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ് അവാർഡിനൊക്കെ അത്രയും വാല്യൂ നാട്ടുകാർ കൊടുക്കുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് അന്ന് മനസ്സിലായി. അത് പിന്നെ കുറേ ആളുകൾ വിളിച്ച്, അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ലൈഫിൽ. അപ്പോൾ എനിക്ക് പിന്നെ അവാർഡ് മേടിക്കാൻ പോയപ്പോഴാണ് ഓക്കെ ഇതിന് ഇത്രയും, അതായത് ഈ അവാർഡ് തരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ് പോണേ. ഞാൻ അവിടെ ആരെയും നോക്കാനൊന്നും നിന്നില്ല. ബട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന വ്യക്തി. വല്ലാത്തൊരു ഡ്രസ്സിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് എൻ്റെ സ്റ്റേറ്റ്മെന്റുകളും ഞാൻ അതിനകത്ത് എൻ്റെ ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്തതിലും അതിനകത്തൊരു ചെറിയ പൊളിറ്റിക്കൽ
സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ്റെതായ അതിനകത്ത് ആ ഡ്രസ്സിനകത്ത് ഈ കുറച്ച് ഡീറ്റെയിലുകൾ, മൈന്യൂട്ട് ഡീറ്റെയിലുകൾ, അത് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ആ ഡ്രസ്സിനകത്ത് ചെയ്തു. അതെൻ്റെ കലാപരമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പം അതിട്ടിട്ട് ഞാൻ ഈ അവാർഡ് മേടിക്കാൻ അപ്പം അങ്ങനെ കയറി പോകുമ്പോൾ എനിക്ക് ചെറിയൊരു ഓക്കെ പിണറായി സാറിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ വണ്ടായിരുന്നു, ഒരു മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് വന്നത് എന്ന് ഒരു മൊമെൻ്റ് എനിക്ക് ജഡ്ജിങ് വന്നു. ബട്ട് പിന്നെ ഓക്കെ, ഞാൻ ഓക്കെയാണ് അതിനകത്ത് മേടിക്കാൻ പോയി. പിന്നെ ഈ നമുക്ക് ഈ അവാർഡ് കൈ തരുമല്ലേ, അപ്പോഴാണ് ഞാൻ ഈ അവാർഡിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഈ സാധനം നമുക്ക് കൈ തന്നഴി ഇതിന് ഭയങ്കര വെയിറ്റ്. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ, ഇത്രയും പവർ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് ഹോണറബിളായിട്ട് ചീഫ് മിനിസ്റ്റർ എനിക്ക് തരുന്നത്. അതിൻ്റെ വാല്യൂ എനിക്ക് ആ സ്റ്റേജിൽ നിന്നിട്ടാണ് ശരിക്കും മനസ്സിലായത്. ഓക്കെ, ഇത് ഇത്രയും വാല്യൂബിളായിട്ട്, അല്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടർ വേൾഡിലായിരുന്നു ഇത്ര നാൾ. എല്ലാവരും എന്നെ വിളിക്കുന്നു, മറ്റേ അവിടെ വിളിക്കുന്നു. പിന്നെ അതുവരെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽവിൻ പുറത്ത് നടക്കുന്ന സമയത്ത് ആരെയും നോക്കി ചിരിക്കേണ്ടായിരുന്നു. മെൽവിൻ വരുന്നു പോകുന്നു. ഇത് ഈ അവാർഡൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടാൽ ചിരിക്കണം, അല്ലെങ്കിൽ അവർ ആ ചിരി പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചിരിച്ച് കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. പിന്നെ അതെനിക്ക് ഒരു പോയിന്റ് വരെ ചേട്ടാ ഇതിപ്പോൾ മറ്റേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഫീലൊക്കെ വന്നു. പക്ഷെ ഹാപ്പി ഉണ്ട്. എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും ചേരാൻ നല്ലൂർ എന്ന് പറഞ്ഞാൽ മറ്റേ പെരുമ്പാവൂർ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് എനിക്കിപ്പോൾ നാട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കാര്യത്തിൽ. എന്നെക്കുറിച്ച് പ്രൗഡായിട്ട് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴായാലും എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ പയ്യനാണ്, എൻ്റെ കൂടെ കളിച്ച കുറേ ആളുകൾ. അപ്പോൾ ഇപ്പം നെഗറ്റീവ് പറഞ്ഞ കുറച്ച് അത് ഈ ചിന്താഗതികളുടെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ ഈ ജോലി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതിപ്പോൾ പ്രൂവ്ഡാക്കി കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി നാട്ടിൽ. അതെനിക്ക് ഭയങ്കര. ഈ അവാർഡ് കിട്ടിയ സമയത്തേ നമ്മുടെ മിന്നൽ മുരൾ ഡയറക്ടറായ ബേസിൽ ചേട്ടനും ടോവി ചേട്ടനും ആക്ടർ ടോവിനോ തോമസും ഒക്കെ എന്നാ പറഞ്ഞേ? ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. ഈ പറയുന്ന മാതിരി മിന്നലിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പണിയെടുത്ത പടമാണ്. ഈ പറഞ്ഞ മാതിരി ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബഡ്ജറ്റിനുള്ളിൽ ഒതുക്കണം എന്ന് പറയുന്നൊരു രീതി. പിന്നെ ഫെയിലിയേഴ്സ് സിനിമയിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ള ആളാണ്. ആ മിന്നലിന് മാത്രമല്ല, കരിയറിൽ എല്ലാ പടത്തിൽ നിന്നും ഓരോ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ മിന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മിന്നലിൻ്റെ അവാർഡ് ഷെയർ ചെയ്യുന്നത് 2 ഡിസൈനേഴ്സായിട്ടാണ്. അത് ദീപാലി മാമും ഞാനും കൂടിയാണ് അവാർഡ് ഷെയർ ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും ഞാനല്ല എടുത്താണ്. അതിൻ്റെ ഒരു 99% മാമിൻ്റെ ക്രാഫ്റ്റിനകത്താണ് അത് ബിൽഡ് ചെയ്ത് വന്നത്. നമ്മൾ പണി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ പറഞ്ഞില്ല 23-ാം വയസ്സിലൊക്കെ പടം എടുത്ത് വന്ന് ഈ മാമായിരുന്നു ആദ്യം ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത്. മാമിന് ആദ്യം നമ്മൾ ഈ പടത്തിലേക്ക് ഇന്നായി. മാം ഇത്ര റെമ്യൂണറേഷനിൽ. അപ്പോൾ ഞാനും മാമിൻ്റെ റെമ്യൂണറേഷനൊക്കെ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഓക്കെ, മാമിന് ഇത്ര റെമ്യൂണറേഷനോ, മാമിൻ്റെ ഫെസിലിറ്റീസും. ഇപ്പം മാമിൻ്റെ സിനിമകൾ നോക്കുന്നത് കൃഷ്, പുലി, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാമിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞ് പടത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ മാമിൻ്റെ ഡിസൈൻസിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ആ ടാസ്ക് ഏറ്റെടുത്തിട്ട് ചെയ്യാമെന്ന് വെറുതെ ബേസിലേണ്ട പിന്നാലെ പോയി ചൊറിഞ്ഞ് മേടിച്ചാണ്. അങ്ങോട്ട് ചെന്ന് ചോദിച്ചു പിന്നെ എന്നിട്ട് അത് പ്രൊഡക്ഷൻ ടൈമിൽ പാളി പോവുകയും ചെയ്തു. അപ്പം ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഓക്കെ ഈ സിനിമ എന്ന് ബാക്കൗട്ട് ചെയ്ത് പോയാലോ, അല്ലെങ്കിൽ അങ്ങനെ ബാക്കൗട്ട് ചെയ്യേണ്ട മൊമെൻറ്റുകൾ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നു, അല്ലെങ്കിൽ ഓക്കെ ക്രാഫ്റ്റഡ് ഈ അറിയില്ലാത്ത പണി ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഫാബ്രിക്കിൻ്റെ, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്തുള്ള നോളജ് കുറവിൻ്റെ ആണെന്നുള്ളത് അന്ന് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന മാതിരി എനിക്ക് അന്ന് ആ സിനിമ വേണമെങ്കിൽ ഇട്ടേച്ച് പോവാം, ഞാൻ ചെയ്തിട്ട് ശരിയായില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ എല്ലാവരോടും ചെന്ന് അതിനകത്ത് മാപ്പ് പറഞ്ഞു. അത് ഏറ്റെടുക്കേണ്ട ടാസ്ക് അല്ലായിരുന്നു. മാം ചെയ്തേനെ അത് അടിപൊളിയായിട്ട്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കൊരു ക്രേസ് വരുമല്ലോ, ആ ക്രേസിൻ്റെ പുറത്ത് ഞാൻ ചാടിയെടുത്ത് ഞാൻ ഓടിയിരുന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഞാൻ ചൂസ് ചെയ്ത മെത്തേഡുകളൊക്കെ തെറ്റിപ്പോയി. പിന്നെ എനിക്ക് അതിൻ്റെ ബഡ്ജറ്റും എനിക്ക് അത്രത്തോളം ബഡ്ജറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അത് ഫെയിലിയർ ആയി കഴിഞ്ഞതിന് ശേഷം മാമാണ് അതിനെ. ഇപ്പം സ്കെച്ചിങ്ങിനകത്ത് എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ സ്കെച്ചിൻ്റെ ഫുൾ ക്രെഡിറ്റ് പവിശങ്കറിനാണ്. ഇനി അത് ഉണ്ടാക്കാന്നുള്ളൊരു ടാസ്ക്കാണ്. പ്രൊഡക്ഷൻ, ഇപ്പം യൂസ് ചെയ്യേണ്ട ഫാബ്രിക്, യൂസ് ചെയ്യേണ്ട ടൈലേഴ്സ്, ഇതിനകത്തൊക്കെ ഞാൻ ചൂസ് ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് അതിൻ്റെ ഒരു 40% ക്വാളിറ്റി ഉള്ളൂ.
പിന്നീട് മാമിൻ്റെ ഇൻപുട്ടിനകത്ത് വന്ന് മാമാണ് അതിൻ്റെ ഫൈനൽ ഒരു ഔട്ട്ലുക്ക്. അപ്പോഴേക്കും നമ്മളിപ്പോൾ മാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാമിന് സ്കെച്ചിങ്ങിന് അല്ലെങ്കിൽ ഡിസൈനിനകത്തൊരു കൺഫ്യൂഷൻസ് ആയിരുന്നു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. മാമിന് അതിനേക്കാൾ നന്നായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ അറിയാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ആ നമ്മുടെ ഓക്കെ ഞാനത് ഈഗോ പിടിച്ചിരുന്നു, ഞാനത് ചെയ്യില്ല, അവർ വരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് അവാർഡിന് വിന്നർ ആവാനോ മിന്നൽ മുരളീൻ്റെ ടൈറ്റിൽ വരോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നടന്ന ഇൻസിഡൻ്റ് ആണ്. ബാക്കി ആ ഒരു കോസ്റ്റ്യൂം വെച്ച് ബാക്കി 90% ഞാനാണ്. പക്ഷെ പടത്തിന്റെ ബിഗ് ഫാക്ടർ മിന്നൽ മുരളി സൂപ്പർ ഹീറോ. ഇനിയിപ്പോൾ എൻ്റെ അടുത്തൊരു മിന്നൽ മുരളീനെ അല്ലെങ്കിൽ വേറെ ഏത് സൂപ്പർ ഹീറോയിനെ പുറത്തുനിന്ന് വന്ന് തന്നാലും ഞാനത് ചെയ്യും. കാരണം അത് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാമിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ലേണിങ്സ്, അല്ലെങ്കിൽ ആ ഫാബ്രിക് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടാക്കാമായിരുന്നു, ഇത്ര ഈസി ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത മെത്തേഡ് റോങ് ആയിപ്പോയി എന്നുള്ളത്. ആ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മഹാവീര്യർ എന്ന് പറഞ്ഞ മൂവി എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഷൈൻ സാറായിട്ട് ഇരുന്ന് സംസാരിച്ച് ഷൈൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒറ്റൊരു കാര്യം പറഞ്ഞു, ഷൈൻ ചേട്ടാ നമുക്ക് ഈ സിനിമ ഞാൻ ചെയ്ത് ചെയ്യാം, ഇപ്പോൾ എനിക്ക് ഡിസൈൻസ് ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ മിന്നലിൽ പഠിച്ചൊരു ഫെയിലിയർ ഉണ്ട് എൻ്റെ ലൈഫിൽ, എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് നമുക്ക് വേറൊരു കൊളാബ് ചെയ്യാൻ ഒരു ഡിസൈനറേയും കൂടി. കാരണം എനിക്ക് മിന്നലിൽ അതിൻ്റെ പോസിറ്റീവ്നെസ് ഞാൻ പഠിച്ചു. ഇനി എനിക്ക് സൂപ്പർ ഹീറോ തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ചീപ്പായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതിനകത്ത് നമ്മുടെ എലമെൻ്റ് ഉണ്ട് ഇല്ല എന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് ക്ലെയിം ചെയ്യണില്ല. മിന്നലിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കോസ്റ്റ്യൂം ഡിസൈനല്ല. അതിനകത്ത് മഹാവീരറിനകത്തും ഇങ്ങനത്തെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഞാൻ ഇതിങ്ങനെ ഓരോ റെഫറൻസുകൾ ഉണ്ടാക്കുന്നതും പരിപാടികളും സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഷൈൻ ചേട്ടനായിട്ട് ഉള്ള ഡിസ്കഷൻ, ഷൈൻ ചേട്ടൻ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാളിപ്പോവും, ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ട് ഞാനത് പോയി പ്രൊഡക്ഷൻ ചെയ്ത് ചിലപ്പോൾ 100% ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവില്ല. എനിക്ക് 50% ഇതിനകത്ത് ഉറപ്പുള്ളൂ ഞാൻ ചെയ്താൽ ശരിയാവുന്നു. കാരണം ഞാൻ അത് പഠിച്ചിട്ടില്ല, ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ 2 പേരെ അസിസ്റ്റ് ചെയ്ത് വരാം, സ്റ്റൈലിസ്റ്റിനെയും മഷറിക്കാനും മാത്രമാണ്. ഇവരുടെ കൂടെയുള്ള സിനിമകളിൽ ഞാനിത് കണ്ടിട്ടുമില്ല. അപ്പോൾ എനിക്കൊരാളുടെ കൂടെ പഠിക്കാൻ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ഷൈൻ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചാൽ നിനക്ക് ആരെ വേണം നമ്മുടെ ഈ പടത്തേക്ക് കൊണ്ട്. അപ്പോൾ ഞാൻ ഈ ബാജറാവ് മസ്താനിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഡൈ ഹാർഡ് ഫാനാണ് ഈ ചന്ദ്രകാന്ത് സാറിൻ്റെ. അപ്പോൾ ചന്ദ്രകാന്ത് സാർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൊന്നിയിൻ സെൽവൻ ചെയ്യാണ് സാറ്. അപ്പോൾ ലാൽ സാർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തു ചന്ദ്രകാന്ത് സാറിനാണ് ഞാൻ പ്രിഫർ ചെയ്യണേ. അല്ലെങ്കിൽ വേറെ പല്ലവി അല്ല ഏകലവ്യ ഒരു ഡിസൈനർ ഉണ്ട്, ടീമി എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പം അവർ അങ്ങനെ 3 സ്ഥലത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അപ്രോച്ചിങ്ങിന് നിൽക്കുന്ന സമയത്താണ് ഞാൻ സാറേ ഈ സാറിനെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ ഷൈൻ ചേട്ടൻ ചന്ദ്രകാന്ത് സാറിനെ കണക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ പടത്തിലേക്ക് പിന്നെ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷനായി, പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പിൽ ഇന്നായി. അങ്ങനെ നമ്മുടെ ഡിസൈൻസൊക്കെ സാറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പഠിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, സാറിൻ്റെ കൂടെ നിന്ന് സാറ് ഇപ്പോൾ ചെയ്ത ഡയമണ്ട് ബസാർ എന്ന് പറഞ്ഞ് മറ്റേ നെറ്റ്ഫ്ലിക്സിലെ സീരീസ്. അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് എനിക്ക് വീണ്ടും പറഞ്ഞേക്കായിരുന്നു, ചേട്ടാ ഞാൻ ഇത് ചെയ്തോളാം, എൻ്റെ സിനിമയിൽ ഞാൻ വേറൊരാളുടെ പേര് എന്തിനാ എൻ്റെ കൂടെ ടൈറ്റിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈഗോ പിടിച്ചേക്കാം. പക്ഷേ എനിക്ക് അന്ന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് മഹാവീര്യർ ഇത്ര അടിപൊളി ക്രാഫ്റ്റ് എൻ്റെ കരിയറിലും മലയാളത്തിൽ വേറൊരാളും ചന്ദ്രകാന്ത് സാറിൻ്റെ പോലെ ഒരു ആളുടെ കൂടെ ടൈറ്റിൽ ഷെയർ ചെയ്തിട്ട് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാറ് മേടിക്കുന്ന റെമ്യൂണറേഷൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ സാറിനെ പോലെ ആവണം എന്ന് തോന്നും. കാരണം സാറ് മേടിക്കുന്നത് 1, 2, 3 ഒക്കെയാണ്. CR കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലും മേടിക്കുന്നത് ഞാൻ വരഞ്ഞിട്ടിപ്പോയി. നമ്മൾ എത്രയോ ഇരട്ടിയാണെന്നറിയോ ശമ്പളം ആ സാറ് മേടിക്കുന്നത്. അപ്പോൾ ആ ജേണി ഇച്ചും കൂടി നമുക്ക് പറ്റും. അല്ലെങ്കിൽ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞില്ല 2 തരത്തിൽ അതിന് എടുക്കായിരുന്നു. എനിക്ക് ഇതിന്റെ സാറിനെ കൊണ്ടുവരാതെ വർക്ക് ചെയ്യിക്കായിരുന്നു. ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് പഠിക്കാൻ കിട്ടി. പുള്ളിയുടെ എക്സ്പീരിയൻസ് മൊത്തം എനിക്ക് ആ ഒറ്റ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഒറ്റ വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇനിയിപ്പോൾ സാറിൻ്റെ വർക്ക് സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരും അസിസ്റ്റ് ചെയ്തില്ല, 2 പേരെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഭയങ്കര മാക്സിമം പഠിക്കാൻ പറ്റില്ല. ആ 2 പേരുടെ അടുത്തുനിന്ന് പഠിച്ച ക്വാളിറ്റിയിലാണ് ഇത്ര നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തൊന്നും അവരുടെ 2 പേരുടെ നിന്നും കിട്ടാത്ത സാധനങ്ങളായിരുന്നു ഈ 2 എക്സ്പീരിയൻസ്. ഇപ്പം മിന്നലിൽ സൂപ്പർ ഹീറോനെ ഉണ്ടാക്കാൻ എന്ന് പറയുന്ന സാധനവും ഈ മഹാവീര്യറിൽ രാജാപ്പാട്ടും അത് അത്ര ഡെപ്തിനകത്ത് ചെയ്യണമെന്നുള്ളതും ഇപ്പം നമുക്കത് ഭയങ്കര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചു. അത് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈസിയാണ് അങ്ങനത്തെ ഒരു സിനിമയെ. അതിനുശേഷം ബ്രഹ്മയുഗം, നൻപകൽ, ടെർബോ, ഇപ്പോൾ കറന്റ്ലി ടെർബോ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടെർബോ ഇതിന് 3 മമ്മൂക്കാന്റെ കൂടെ ചെയ്തപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? കൂടെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ പറഞ്ഞ മാതിരി സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കോളേജും സ്കൂളും കാലഘട്ടത്തിൽ എൻ്റെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫാഷനെ ഫോളോ ചെയ്യാനുള്ളത് അന്ന് തൊട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഫാൻ ബോയ് ഫൈറ്റ്
അതിനകത്ത് നിന്നിട്ടുള്ള ആളാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി കട്ടക്ക് ഫൈറ്റ് ചെയ്തിട്ടുള്ള. ഡെഫിനറ്റ്ലി അത് ആരെയൊന്നും ഇല്ലാത്തല്ലേ. ലാലേട്ടനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷെ നമുക്ക് രണ്ട് കൂട്ടുകാർ, ഞാനും എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തും രണ്ട് ഫാൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് പറയും നെഗറ്റീവ് പറയും രണ്ടുപേരുടെയും. പക്ഷെ രണ്ടുപേരുടെ പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരിരുന്ന് കാണും. അപ്പം ആ ജനറേഷനിൽ വന്നതാണ് ഇത്. ഭയങ്കര മറ്റേ നമ്മുടെയൊക്കെ 90s ഒക്കെ കാലഘട്ടത്തിൽ ഭയങ്കര കോളേജിലും സ്കൂളിലൊക്കെ ഇത് ഭയങ്കര ഇടി വരെ ഉണ്ടായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്ക ഫാൻ ആവണത് അച്ഛൻ്റെ അനിയൻ ഭയങ്കര ഡൈ ഹാർട്ട് മമ്മൂക്ക ഫാനാണ്. സാനി പേപ്പൻ എന്ന് പറഞ്ഞ പേപ്പൻ്റെ കൂടെ തിയേറ്ററിലൊക്കെ പോയിരുന്ന് മമ്മൂക്കയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ എന്ത് ഇതുണ്ടെങ്കിലും പേപ്പൻ ആരെയും കാണിക്കില്ല. പിന്നെ പേപ്പൻ VCR ഒക്കെ ഉള്ള സമയത്ത് മമ്മൂക്കയുടെ സിനിമ ഒന്ന് കാണിക്കും. അങ്ങനെ പേപ്പൻ്റെ കൂടെയാണ് ആദ്യം മമ്മൂക്ക ഫാൻ ബോയ് ആണ്. പിന്നെ ആ ഫാൻ ബോയ് നമ്മളൊരു സിനിമ ചെയ്യാൻ വരുന്നത് ആദ്യത്തെ നൻപകൽ നേരത്തെ മയക്കാം. അതിനകത്തൊരു കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റും എനിക്ക്, സുന്ദരത്തിൻ്റെ കോസ്റ്റ്യൂം. അതും ഈ പറഞ്ഞ മാതിരി ബ്രാൻഡ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിസൈനേഴ്സ് ഉള്ളപ്പോൾ ഏറ്റവും കംഫർട്ട് ക്ലോത്തിങ്ങിനകത്താണ് ഇവർ പോകുന്നത്. അതിനകത്ത് മമ്മൂക്കനെ എനിക്കൊരു സുന്ദരത്തിൻ്റെ കോസ്റ്റ്യൂം എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് മമ്മൂക്കയോട് വർക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് സുന്ദരത്തിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം ബ്രഹ്മയുഗം, ടർബോ, അതിനകത്ത് അഭിജിത്ത് ഉണ്ട്. ബാക്കി എല്ലാ പടത്തിലും അഭിജിത്ത് എന്ന് പറയുന്ന പേഴ്സണൽ ഡിസൈനറാണ് കോസ്റ്റ്യൂം ചെയ്യണത്. എനിക്ക് നൻപകൽ മാത്രമേ ഉണ്ടായുള്ളൂ ആസ് എ ഫാൻ ബോയ്. അവിടെ തൊട്ട് അഭിജിത്തിനെ അസിസ്റ്റ് ചെയ്തില്ലേ? അഭിജിത്തിനെ ഇപ്പോഴത്തെ പടങ്ങളിൽ ടർബോയും ബ്രഹ്മയുഗത്തിനും നമുക്ക് ആസ് എ കോസ്റ്റ്യൂം ഡയറക്ടർ എന്നുള്ള പൊസിഷനിലാണല്ലോ നമ്മളിരിക്കണേ. അപ്പൊ അതിനകത്ത് നമ്മൾ അഭിജിത്തിന്റെ അടുത്ത് ഓക്കെ എങ്ങനെയായിരിക്കും അത് ഇരിക്കണേന്ന് നമ്മൾ ഡിസ്കഷനിലിരിക്കും. അബി എന്താണ് തരാൻ പോകുന്നത്, അബി തരുന്ന ഔട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയത്തെ ക്രിയേറ്റ് ചെയ്യണം. ബ്രഹ്മയുഗത്തിന് അത്ര എനിക്ക് ടാസ്ക് ഉണ്ടായില്ല. ടർബോയിൽ എനിക്കത് ഭയങ്കരമായിട്ട് വേണമായിരുന്നു. രണ്ട് കാര്യം നമ്മൾ അതിൽ മമ്മൂക്കാനെ വെച്ച് പറയുവാണെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മമ്മൂക്ക ഭയങ്കര എന്താ പറയുക, എല്ലാവരും പറഞ്ഞ ആസ് യൂഷ്വൽ നമ്മൾ ക്രിഞ്ച് കേൾക്കുന്ന പോലെ എന്നും കേൾക്കുന്നതാണ് മമ്മൂക്ക ഭയങ്കര ചൂടനാണ് കോസ്റ്റ്യൂം, ആ ഒരു ഇതിൽ മമ്മൂക്ക എന്നോട് സംസാരിക്കുമ്പോൾ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, മമ്മൂക്ക ഭയങ്കര സ്റ്റൈല്, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലുക്കാണ്. പുള്ളീൻ്റെ ഫോട്ടോഷൂട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്നാ പറയുക, ഭയങ്കര സിമ്പിൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും അട്രാക്റ്റീവ്. ഒരു ഇവൻറ്റിന് പോവുകയാണെങ്കിൽ അവിടെ ചർച്ചയാവുന്ന മമ്മൂക്കയുടെ ഡ്രസ്സായിരിക്കും. ഭയങ്കര യങ് ആയിട്ട്. ഇപ്പം ഈ ഇടയായിട്ട് ഏതോ ഒരു പഴയ ഏതോ ഒരു മൂവിന്റെ ഒരു ഡ്രസ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഓഡിയോ ലോഞ്ചിനും പ്രസ് മീറ്റിന് വന്നത് ഭയങ്കര. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ടീഷർട്ടും ഒരു പാന്റും ഇത്ര ഏജ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാരും ആരോ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു മലയാളത്തിൽ യൂത്ത് ഐക്കണായിട്ട് ആരാ കാണുന്നത്. ഞാൻ പ്രായം കൊണ്ട് യൂത്ത് ഐക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാഷൻ ഉണ്ടല്ലോ, അത് മമ്മൂക്ക മാത്രമേ ഉള്ളൂ. അത് വേറെ ആര് പിടിക്കും? ഇത് ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ എത്ര പേരും ഏജ് ആയി കഴിഞ്ഞാൽ ഒരാൾക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഇപ്പം നമ്മളൊരു 10 പേരെ ലീഡിങ് ആയിട്ടിരുന്നവരെ എടുത്തിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മമ്മൂക്ക ഹോൾഡ് ചെയ്യുന്ന മാതിരി എത്ര പേര് ഹോൾഡ് ചെയ്യുന്നുള്ളതിൽ എനിക്ക് പലപ്പോഴും ഡൗട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് യൂത്ത് ഐക്കൺ മമ്മൂക്കേനെയാണ് എനിക്ക് തോന്നുന്നത്. യൂത്ത് ഐക്കന്മാർ കുറേ യുവാക്കളുണ്ട്. മമ്മൂക്കാന്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, സ്റ്റൈലിംഗ് ആയിക്കോട്ടെ. ഈവൻ ഇപ്പൊ ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ മമ്മൂക്കാനെ കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ അബി കോസ്റ്റ്യൂം കൊടുത്ത് കൊന്നു. നമ്മൾ ഇപ്പം ഞാൻ 3 പടം എക്സ്പ്ലോർ ചെയ്തതാണ്. നൻപകല് പെർഫോമൻസ് കൊണ്ട് ഞാൻ ഞെട്ടിയ ആളാണ്. ആസ് എ ഫാൻ ബോയ് ഒരു കോസ്റ്റ്യൂം ചെയ്ത് ആ കോസ്റ്റ്യൂമിൽ നൻപകലിൻ്റെ ഇൻട്രോൽ പഞ്ചിനകത്ത് ഒരു പെർഫോമൻസ് ഉണ്ട്. അവിടെ അത്രയും പേരുടെ മുമ്പിൽ നിന്ന് സിംഗിൾ ടേക്കിൽ പോയൊരു സാധനമാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ അഭിനയിക്കുന്ന പല വേർഷൻ കണ്ടിട്ട് ഇത്രയും വൈൽഡായിട്ട് ഒറ്റയ്ക്ക് 1 മാൻ ഷോ ചെയ്യുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആണ്. പല ആളുകളുടെ അടുത്ത് ഡയലോഗ് പറയണം, ഓടി നടക്കണം, പലയിടത്ത് വന്നിട്ട് പല ഡയലോഗ് ഇവിടെ വന്നിട്ട് പിന്നെ അത് കിടക്കണം, നിലത്ത് കിടക്കണം, അങ്ങനെ ഒരു വലിയ ലോങ് ടേക്ക് പോകുന്നൊരു പ്രോസസ്സാണ്. അതിൻ്റെ ഫസ്റ്റ് ടേക്കിൽ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ക്രൂ അടക്കം എല്ലാവരും അതിനെ ക്ലാപ്പ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളതിനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരാളാണ് ഞാൻ. ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഞാൻ. അയ്യോ ഇങ്ങനെയാണോ അഭിനയം? അല്ലെങ്കിൽ അത് നമുക്കത് ഡയലോഗ് കേട്ടിട്ട് കരയാൻ തോന്നുക, അല്ലെങ്കിൽ അയാളുടെ സിറ്റുവേഷനധികം നമ്മളെ പെട്ടെന്ന് ട്രാവൽ ചെയ്യിപ്പിച്ച സീൻ. അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മയുഗത്തിൽ ഞാൻ പിന്നെ കുറച്ച് റോഷാക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ പടമായിരുന്നു. പക്ഷെ അത് ചില ഡേറ്റ്സിൻ്റെ ഇഷ്യൂസ് വെച്ചിട്ട്, കാരണം കെട്ടിയോളാണ്ട് മലവെ ഞാൻ ചെയ്ത സിനിമയാണ്, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ റോഷാക്ക് എനിക്ക് ഡേറ്റ്സിൻ്റെ ക്ലാഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. റോഷാക്കിലും കാണാൻ പറ്റുന്നുണ്ട് ഞെട്ടിക്കുന്നത്. പിന്നെ വന്നിട്ട് ബ്രഹ്മയുഗമാണ് റോഷാക്കിൻ്റെയൊക്കെ വേറൊരു വേർഷനിലുള്ളൊരു കഥാപാത്രം. അതും നമ്മൾ മറ്റേ ഈ പെർഫോമൻസ്, പോറ്റിയുടെ പെർഫോമൻസ്, നമ്മൾ ആദ്യത്തെ ദിവസം പോറ്റീനെ ഇങ്ങനെ പോറ്റിയുടെ പടം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ജ്യോതിഷേട്ടൻ, മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ലുക്ക്.
നമ്മൾ മമ്മൂക്ക വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ലുക്ക് ടെസ്റ്റിന് പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കെച്ച് ചെയ്തൊരു പിക്ചറും ഉണ്ട്. ആ സ്കെച്ച് ചെയ്ത പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഇവർ മറ്റേ പോറ്റിയുടെ ഒരു പടം കത്തിപ്പോണ ഒരു പടമുണ്ട്, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വന്നിരുന്നിട്ട് ആ കസേരയിലിരുന്നിട്ട് ഒരു ചിരിക്കണ ഒരു ഷോട്ട് ഉണ്ട്. എൻ്റെ പൊന്ന്, ഫസ്റ്റ് ഡേ അതായിരുന്നു പരിപാടി. അത് കണ്ടിട്ട് കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി. ആ കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് ഇന്നാമത് ആസ് എ ഫാൻ പോയി. രണ്ടാമത്തെ പടത്തിൽ വേറെ തരത്തിൽ പെർഫോമൻസ് പോവുക. അത് കഴിഞ്ഞിട്ടാണ് ടർബോയിലേക്ക് വരുന്നത്. ടർബോ ജോസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നൻപകലും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ബ്രഹ്മയുഗം ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളൊരു ഫിഗറിനകത്ത് പെർഫോമൻസ് കാണിക്കുന്നത്. ടർബോയിൽ വരുമ്പോൾ 40-45 വയസ്സുള്ളൊരു മച്ചാൻ. അത് പുൾ ഓഫ് ചെയ്ത രീതി ഉണ്ടല്ലോ, അതായത് ഈ രണ്ട് പടവും ഈ പടവും, അതായത് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ നിന്ന് അവരുടെ കൂടെ കിടന്ന് ഇടികൂടണ കാണുമ്പോണ്ടില്ല, ചേടാ. അത് ആ 3 എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര, കാരണം ഞാൻ ആ 3 ഗ്രാഫും കണ്ട ആളാണ്. 3 സിനിമയും വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. ഭയങ്കര ഈസിയാണ്. ഈസി മീൻസ് ക്രാഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് നമ്മുടെ തലയിൽ ഒരു അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ ഇത്ര ഈ സിനിമ തീർക്കണമെന്ന് പറയുന്നതോ അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് മമ്മൂട്ടി കമ്പനി, പോളി ജൂനിയർ പിക്ചർ, വൈനോട്ട് സ്റ്റുഡിയോ. അതുകൊണ്ടാണല്ലോ 10 ലക്ഷം അവർ മുണ്ടിന് തന്നത്. പിന്നെ ഈ 10 ലക്ഷത്തിൻ്റെ മുണ്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ 10 ലക്ഷം മുണ്ടിന് മാത്രമല്ല കേട്ടോ വന്നതാണ്. അത് ഈ പറഞ്ഞ മാതിരി പടം മൊത്തത്തിലുള്ളൊരു ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് മൊത്തം എനിക്ക് ചിലവായത്. ചിലപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പ്രൊഡ്യൂസർ 5 ലക്ഷം രൂപ ഈ സിനിമ തീർക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് തീർത്തന്നെ. എൻ്റെ പ്രൊഡ്യൂസർ അത് പറഞ്ഞില്ല. എത്ര നല്ല രീതിയിൽ ക്രാഫ്റ്റ് കാണിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് നീ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എത്ര ചിലവാകുന്നു അത് നീ ചിലവാക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ യക്ഷിനൊക്കെ എനിക്ക് അത്രയും രസകരമായിട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 10 ലക്ഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ യക്ഷി തന്നെ ചിലവായിട്ടുണ്ട് നല്ലൊരു എമൗണ്ട്. ഈവൻ യക്ഷിയുടെ റിങ്, ആ കയ്യിലിട്ടേണ്ട റിങ്ങിന് ഓരോന്നത്തിന് 8,000 വിലയുണ്ട്. മൊത്തത്തിൽ ഒരു സെറ്റിന് 10 രൂപ വിലയുണ്ട്. അതായത് ഒരു വിരലിൽ കിടക്കുന്ന റിങ്ങിൻ്റെ വാല്യൂ 10 രൂപയുണ്ട്. അത് ഭവ്യ എന്ന് പറയുന്ന ഒരു ഡിസൈനറുടെ കളക്ഷനാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയത്തെ കുറേ സാധനങ്ങൾ പിന്നെ നമുക്ക് വേണ്ടി നെയ്തുന്ന മുണ്ടുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിന് സാധാരണ റേറ്റ് പോലെ കൊടുത്താൽ കിട്ടില്ല. കടയിൽ പോയിട്ട് 300 രൂപയ്ക്ക് മുണ്ട് മേടിച്ചാൽ മതി എന്ന് പറയുന്ന കമൻറ്റുകൾക്കൊക്കെ നമുക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടയിൽ പോയി മേടിച്ചല്ല ചേട്ടാ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കടയിൽ പോയി മേടിച്ചതായിരുന്നെങ്കിൽ എനിക്ക് പറയുന്നു ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ ഓക്കെ പറഞ്ഞു. ചേട്ടാ എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കിയതാണ്, എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിന് 300 രൂപയ്ക്ക് ചേട്ടൻ മേടിച്ചു തരാൻ പറ്റുന്നോടൊന്നും മേടിച്ചു തരുന്നത് എനിക്ക് കമൻറ്റ് നോക്കിയിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറയില്ല. അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. എല്ലാം കസ്റ്റമൈഡാണ്. എല്ലാം എൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറിന് വേണ്ടി എൻ്റെ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം നന്നായിട്ട് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടും മാത്രമാണ് അത് അത്ര രൂപയ്ക്ക് ചെയ്തതാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് 5 രൂപയ്ക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ 5 രൂപയ്ക്ക് തീർത്തന്നെ. ഇപ്പോൾ യക്ഷി ഉണ്ട്, പോർച്ചുഗീസ് ആർമി ഉണ്ട്. പോർച്ചുഗീസ് ആർമി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ സെറ്റ് നമ്മൾ പണിതെടുത്താണ്. ഷൂ അടക്കം നമ്മൾ പണിയിപ്പിച്ചാണ് ആ കാലഘട്ടത്തിൽ. ഷൂ അടക്കം, ക്യാപ്പ് അടക്കം എല്ലാം പണിതാണ്. അപ്പം അതിൻ്റേതായ കസ്റ്റമൈസിങ് കോസ്റ്റാണ്. അത് റെഡിമെയ്ഡ് മേടിക്കുന്നതും കസ്റ്റമൈസ് ചെയ്യുന്നതിനും വേരിയേഷൻ റേറ്റാണ്. എല്ലാം കസ്റ്റമൈഡാണ് അതിനകത്ത്. ഒന്നും റെഡിമെയ്ഡ് മേടിച്ചുള്ളൂ നമ്മൾ. അങ്ങനെ പിന്നെ എന്താണ് ടർബോ, ഇതൊക്കെയാണ് മമ്മൂക്കായിട്ടുള്ളൊരു വിശേഷം. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ കോസ്റ്റ്യൂം ശരിക്കും നമ്മൾ എന്താ പറയുക, നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. ഓരോ ദിവസം ഇറങ്ങുമ്പോൾ പുള്ളി ഓരോ ഈവൻസിന് വരുമ്പോൾ എല്ലാവരും ഭയങ്കര വെറൈറ്റി കോസ്റ്റ്യൂം. അങ്ങനെ പുള്ളിക്ക് കോസ്റ്റ്യൂം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അബി ഉണ്ട്, അബിയുടെയൊക്കെ ഒന്ന് ഇത് നിന്നാൽ മതി. പക്ഷെ കൊടുക്കുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, പുള്ളി ഓക്കെ ആയിരിക്കുമോ, പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ള ടെൻഷൻ. നൻപകലിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ഫീല്. ആ ഫീല് ഭയങ്കര ടെൻഷനായിരുന്നു. ആ ടെൻഷൻ അടിയിൽ ഈ പറഞ്ഞ മാതിരി എനിക്ക് 2 പേരെ നോക്കണം. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നൊരു ബിഗ് സിംഹത്തിന് അതായത് നടുക്ക് കിടന്നിട്ടുള്ള ഇത്. പിന്നെ മമ്മൂക്കൊക്കെ ചെയ്യുന്ന അബിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ടേസ്റ്റിൻ്റെ ഞാൻ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നമിതയുടെ കൂടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു, സുരന്തേച്ചിയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ഞാൻ കുറേ പേരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. സിംബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ലോറൻസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, വിശാൽ സാറിൻ്റെ കൂടെ ഒക്കെ അസിസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മാഡത്തിൻ്റെ കൂടെയാണ് ഇതൊക്കെ. തമിഴ് മൂവീസും ഈവൻസും പരിപാടിയൊക്കെ അങ്ങനെ അത് അസിസ്റ്റന്റ് കരിയർ ആണല്ലോ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയി തമിഴില് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ മാമിനെ അസിസ്റ്റ് ചെയ്ത് പോവുക, അതിനകത്ത് ചില ഈവൻറ്റ്സ്, ചിലപ്പോൾ സോങ്ങിന്റെ പർച്ചേസസ്, അങ്ങനെ ചെറിയ പോർഷൻസ് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആ എക്സ്പീരിയൻസിൽ എനിക്കറിയാം പേഴ്സണലി നിൽക്കുന്നത് എത്രത്തോളം റിസ്കി ഫാക്ടറാണ്, അല്ലെങ്കിൽ എത്രത്തോളം കെയർ ചെയ്യണം. ഭയങ്കര ഇപ്പോൾ നമുക്ക്
ഒരു ആർട്ടിസ്റ്റിനെ തന്നെ നോക്കുമ്പോൾ ഭയങ്കര കെയർ ചെയ്ത് നോക്കണം. അത് അതിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റുമാർ വെക്കണേ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് അത്ര കംഫർട്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അതിനകത്ത് പെട്ടെന്ന് വന്നിട്ട് നൻപകലിൽ വന്നിട്ട് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഞാനൊന്ന് വിട്ടുപോയി. ഞാനതിനകത്ത് ചെറിയൊരു ഞാനും വൈഫും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് പ്രഷർ കൂടി 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 ചെറിയൊരു പാനിക് അറ്റാക്ക് പോലെ സത്യമായിട്ട് ഞാനിവിടെ EMCയിൽ ഓടി വന്ന് കയറി അഡ്മിറ്റായി. അത് അത്രയും ടെൻഷൻ ഞാൻ അതിന് അത്രയും ഉള്ളിലേക്ക് എടുത്തു. ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ. അല്ലെങ്കിൽ ഞാൻ അബി എനിക്ക് തരുന്ന സജഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇപ്പം നമുക്കൊരു വർക്ക് സ്റ്റൈൽ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ റിയലിസ്റ്റിക്കിൻ്റെ ഏറ്റവും പീക്ക് പിടിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടുവന്നതല്ല സിനിമേനെ. അതിൻ്റെ ഏറ്റവും രസകരമായിട്ട് പീക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചെയ്യുന്നിടത്ത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അതിനകത്ത് ഇങ്ങനെ കുറച്ച് പ്രഷർ, മറ്റേ ചെറിയൊരു പാനിക് അറ്റാക്ക് പോലെയൊക്കെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റൊക്കെ കൂടി പെട്ടെന്ന് EMCയിലൊന്ന് അഡ്മിറ്റായി. അത് ഭയങ്കര ഒരു ടെൻഷൻ. അത് അത്രയും ടെൻഷനാണ്. അതിനുശേഷം ഞാൻ ടെൻഷൻ എടുക്കാൻ തന്നിട്ടില്ല. അതെ, പിന്നെ ബ്രഹ്മയുഗത്തിലും ടർബോയിലും ഒന്നും ആ ടെൻഷന്റെ ആവശ്യം വന്നില്ല, എടുക്കേണ്ട വന്നില്ല. ഞാൻ അങ്ങനെ വന്നത് തന്നെ അഭിരുദ്ധ അഭിജിത്ത് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനത് ഇപ്പം എനിക്ക് അത് മാത്രമല്ല, ഇപ്പം മമ്മൂക്കയുടെ മാത്രമല്ല ചെയ്യേണ്ടത്, എനിക്ക് ആ എൻ്റെ ഒരു സിനിമ ചെയ്യണം. അപ്പം അതിനകത്ത് ഓർണത്തിൽ മാത്രം ഞാൻ ഇപ്പോൾ അത്രയും പ്രഷർ അടിക്കേണ്ട അല്ലെങ്കിൽ അത്രയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമില്ലാതെ ഞാൻ തന്നെ മനസ്സിൽ കൂട്ടിയെടുത്ത ടെൻഷനുകളുണ്ടോ, ഇവരെന്ത് പറയും, മമ്മൂക്ക എന്ത് പറയും, അങ്ങനെ അത് ഇവരൊന്നും ആരും എന്നെ ഒന്നും ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നമായിരുന്നു. അത് പിന്നെ ഞാനത് ഓക്കെ അത്രയും സ്ട്രെസ് ചെയ്യേണ്ട, കാരണം അതിന് വേണ്ടിയിട്ടാണ് പേഴ്സണലി അബി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാനത് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എടുത്ത് പോയത്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടപ്പെടും. ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാനൊക്കെ ലൊക്കേഷനിൽ വരുന്ന എല്ലാ ദിവസവും ലൊക്കേഷനിൽ വരുന്ന ഓരോ വണ്ടികൾ, ഓരോ പടത്തിനും ഓരോ ഇപ്പോൾ ഡിഫൻഡറിലായിരുന്നു കുറേ നാൾ മമ്മൂക്ക വന്നിരുന്നത്. ഇപ്പോൾ ടർബോയിൽ പല വണ്ടികളിൽ ലൊക്കേഷനിൽ എറണാകുളത്തൊക്കെ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് പല സ്ഥലത്തും പല വണ്ടികളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രീമിയം കാറിലൊക്കെ വന്ന് ഭയങ്കര സ്റ്റൈല് ആയിട്ടൊക്കെയാണ്. മുണ്ടും ഷർട്ടുമാണ് കൂടുതൽ ലൊക്കേഷനുകളിൽ വരുമ്പോൾ കണ്ടിട്ടുള്ളത്. അയ്യോ അത് ഭയങ്കര രസമാണ്. അത് വന്നിങ്ങനെ ഇറങ്ങിയ കാറിൽ നിന്നൊക്കെ ഇറങ്ങണ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ നമുക്ക് ചേട്ടാ എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ്. 369 എന്ന് പറയുന്ന നമ്പറും അപ്പോൾ ആ വരവിന് ഭയങ്കര രസമുണ്ട്. എല്ലാ ദിവസവും ലൊക്കേഷനിൽ നമ്മൾ വരുമ്പോൾ അത് കാണാൻ പോയി. ഞാൻ ലൊക്കേഷനിലുള്ള എല്ലാ ദിവസം പോയി അത് കാണാറുണ്ട്. പിന്നെ ഇത് വണ്ടി ഉണ്ടോ തന്നെ അത് ചില ദിവസങ്ങളിൽ വണ്ടിയൊക്കെ മാറ്റി കൊണ്ടുവരും ആള്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്റ്റൈൽ ചെയ്യുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ അഭിജിത്ത് കൊടുക്കുന്ന സമയത്തായാലും നമുക്ക് അബിയുടെ വർക്കേഴ്സ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ വർക്കേഴ്സ് ചെയ്യും. അപ്പം അത് ഭയങ്കര അതെ. ഇപ്പം ഈ പറഞ്ഞ 3 പടത്തിലും അഭിജിത്തിന്റെ കൂടെ നിന്നിട്ടായാലും വർക്ക് ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി 2 പടത്തിൽ ഞാൻ അബിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര ക്രേസ് ആണ്. ഓക്കെ അബി അതിനകത്ത് എന്തായിരിക്കും മമ്മൂക്ക് കൊടുക്കാൻ പോണേ എന്ന് പറയുന്ന ഒരു ക്രേസിനകത്ത് വർക്ക് ചെയ്യാനും. പിന്നെ അബിക്കൊന്ന് തന്നാലും ഇപ്പം ടർബോ ജോസിന്റെ ക്യാരക്ടർ പറയും മറ്റ് 2 സിനിമകളിലും എനിക്ക് അത്ര വലിയ റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നൻപകലിൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ചെയ്യേണ്ട വന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ഇതെടുക്കേണ്ടത്. ബാക്കിയത്തെ എല്ലാവർക്കും ഒറ്റ കോസ്റ്റ്യൂമാണ്, വലിയ ടെൻഷൻ ഉണ്ടായില്ല. ബ്രഹ്മയുഗം വരുമ്പോഴും മറ്റേ ആക്ച്വലി ബ്രഹ്മയുഗത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് മേൽമുണ്ടില്ല, ഇല്ല താഴെ മുണ്ട് മാത്രമേ ഉള്ളൂ. യക്ഷിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആക്സസറീസ് ഉണ്ട്, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമുക്ക് ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷനും കാണും അല്ലേ? കാരണം കളറിലല്ല നമ്മൾ കാണുന്നത്, ഔട്ടും കളറിലല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന നമുക്ക് ആ ഒരു ടെൻഷൻ കാണും. അതൊക്കെ വെച്ചിട്ട് ബ്രഹ്മയുഗത്തിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ അതെല്ലാം കൂടെ കറക്റ്റ് കോമ്പൻസേറ്റ്. ഇപ്പോൾ യക്ഷി ആയിക്കോട്ടെ, മമ്മൂക്കാടെ മാല, അയ്യോ ശരിക്കും അത് ഞങ്ങൾ വരെ പെട്ടൊരു പരിപാടിയാണ് ആ മാലയുടെ ഒരു കാര്യം. നമ്മൾ വിചാരിക്കും രുദ്രാക്ഷം, എന്നാൽ അത് രുദ്രാക്ഷം അല്ല, വേറൊരു സംഭവമാണ് മോതിരം. എടുത്തു പറയുകയാണെങ്കിൽ ആക്സസറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. കാരണം എൻ്റെ ഈ കൈ കിടക്കുന്ന ഈ യക്ഷി ഇതെല്ലാം ഭയങ്കര അതൊരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ പോലെ. അത് പക്ഷെ ഔട്ടി വന്നപ്പോൾ അടിപൊളിയായിട്ട് ആ ഔട്ട് വന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് ശ്രദ്ധിച്ച കാര്യങ്ങൾ? ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യുന്നു, അത് ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാലം സിനിമയിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ സിനിമ പറയാൻ പോകുന്നു. പിന്നെ അത് ചലഞ്ചിങ്. ഈ പറഞ്ഞ മാതിരി ഏത് കളറും ഉണ്ട്, വെള്ള കളറും ഉണ്ടോ, അങ്ങനെ ഏത് കളറിനകത്ത് കൊടുക്കും എന്നുള്ളൊരു ചലഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളൊന്നും വെള്ള കളറിൽ മുണ്ട് കൊടുത്തല്ല, കളേഴ്സിന് വേണ്ടിയിട്ട് ഡൈ ചെയ്തിട്ടാണ്. ഇപ്പം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, യക്ഷിനൊക്കെ വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്തൊരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മുണ്ടിൻ്റെ ഡൂപ്പൊക്കെ ഒപ്പിച്ചിട്ട് നമ്മളൊരു സാധനം റെഡിമെയ്ഡ് അല്ല, നമ്മൾ ഈ മറ്റേ കോറത്തുണിയൊക്കെ വെച്ചൊരു സാധനം ചെയ്തായിരുന്നു. അതിന് ഫീലൊന്നുമില്ല, ബട്ട് കളർ വൈസ് നമുക്ക് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
അപ്പോൾ നമ്മളൊരു കളർ ചാർട്ട് എടുത്തിട്ട് ആ കളർ ചാർട്ടിനകത്ത് ഗ്രേ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് വരുന്ന സമയത്ത് ഗ്രേയുടെ ഷെയ്ഡ്സ് എങ്ങനെ വരും എന്നുള്ളൊരു ഫീൽ വെക്കാൻ വേണ്ടിയിട്ട് ഷഹനാദ് ഖാൻ എനിക്കൊരു 4 കളേഴ്സ് തന്നു. അതായത് ഷഹനാദ് ഖാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷഹനാദ് ഖാൻ ഗ്രേഡ് ചെയ്ത് വരുമ്പോഴും അതെങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈറ്റ് മുണ്ട് കൊടുക്കരുത് എന്നോട് മറ്റേ ആദ്യം പറഞ്ഞിരുന്നു. വൈറ്റ് കൊടുക്കേണ്ട, വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേയുടെ ലൈറ്റർ വേർഷനിലായിരിക്കും അത് കാണാതെ ഭയങ്കര എക്സ്പോഷർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യണം, പക്ഷേ പകലായിരിക്കും ഷൂട്ട് ചെയ്യണേ. ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റും കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിങ്ങിനകത്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡും ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഗ്രേയുടെ ഡാർക്ക് ഷെയ്ഡും വെച്ചിട്ടാണ് ട്രയൽ സെക്ഷനകത്ത് പോയത്. അതിനകത്ത് ഗ്രേയുടെ ഒരു ലൈറ്റർ മിഡ് ഗ്രേ ടോണിലാണ്, എല്ലാം മുണ്ടും ഗ്രേ ടോണാണ്. ലൈറ്റർ ഗ്രേ ടോണിനകത്ത് ഡൈ ചെയ്തെടുത്ത് പിന്നെ ബ്രൗൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോണും കൂടിയുണ്ട്. ക്ലൈമാക്സിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ബ്രൗണിനകത്തും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണ് സിനിമയിൽ കുറേ മുണ്ടുകൾ, നമുക്ക് 16 മുണ്ടുകൾ ഡൂപ്പ് മുണ്ടുകളായിട്ട് വേണ്ടി വന്നു. അപ്പം അതിന് ഈ സിനിമ ട്രാവൽ ചെയ്ത് പോകുന്ന ഏജുകളുണ്ട്, സമയങ്ങളുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഓരോ മുണ്ട് വേണം, ഓരോ തരത്തിലുള്ള ഇൻസിഡൻസ് സിനിമയിൽ നടക്കുന്നത്. പിന്നെ ഇത് വർഷങ്ങളായിട്ട് ഒരു ലൂപ്പിൽ പെട്ട് എടുക്കുന്നു എന്ന് പറയുന്ന പോലത്തെ കഥാപാത്രങ്ങളുണ്ട്. അർജുൻ തന്നെ അതായത് ഇപ്പോൾ ഒരു സീൻ എടുക്കുന്നത് എങ്ങനെയാണ്, അർജുൻ്റെ മുടി നരച്ചിട്ടെടുക്കും, അർജുനെ കറുപ്പിച്ച മുടിയിൽ എടുപ്പിക്കും, സീൻസിന്റെ വേരിയേഷൻസ് വേണ്ടിയിട്ട്. അപ്പൊ 2 മുണ്ടാണ്, 2 ടൈമാണ് കാണിക്കണേ. പിന്നെ അതേപോലെ തന്നെ മുണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്, എല്ലാം കസ്റ്റമൈസ് ചെയ്തെടുത്ത് നമ്മൾ ഈ മുണ്ട് റെഡിമെയ്ഡ് മേടിച്ച് കിട്ടുന്ന ഫീലല്ല, അതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്തപ്പോൾ ഉണ്ടായ അത് കസ്റ്റമൈസിങ്ങിന്റെ ഫീല് വേറെ ആയിരുന്നു. നമ്മൾ ആദ്യം അർജുന് കൊടുക്കുന്ന ഒറ്റ മുണ്ടാണ്, ആ സിനിമ കാണുമ്പോൾ രണ്ടാമത് അർജുന് മനേന്ന് കിട്ടുന്നത് 2 ഡബിൾ മുണ്ടാണ്. അപ്പം മനേന്ന് കൊടുത്തിട്ടുള്ള പഴയ അത് കഥ പറയുന്നുണ്ടല്ലോ സിനിമയിൽ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ താമസം അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഏറ്റവും പ്രീമിയം ഉണ്ടായിരിക്കും അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പേയ്മെന്റിന്റെ കഥ ഇറങ്ങിയതല്ലേ 10 ലക്ഷം രൂപയുടെ. ഈ 10 ലക്ഷത്തിന്റെ കോമഡിയിൽ മുണ്ടിന് മാത്രം 10 ലക്ഷം ആയിട്ടില്ല. ഈ പറഞ്ഞ ചേട്ടന്മാരുടെ കുറെ കമന്റുകളുണ്ട്. എന്തായിരുന്നു അത്, നിനക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചൂടാ, 200 300 കിട്ടുന്ന മുണ്ട് വെച്ചിട്ട് നീ കുറെ കാശ് ഉണ്ടാക്കിയല്ലോ, നിന്റെ കഴുത്തിലൊക്കെ കാണുന്നെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ കമന്റുകൾ വന്നു. ബട്ട് അതിനൊക്കെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിന് എനിക്ക് 1.5 ലക്ഷം രൂപ അടുത്ത് ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ, 1.5. പിന്നെ എൻ്റെ യക്ഷിക്ക് ഒരു 3-3.5 രൂപയുടെ അടുത്ത് ട്രയൽ അടക്കം കോസ്റ്റ്യൂം ആക്സസറീസ് ഒക്കെ ഉണ്ട്. യക്ഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ മലയാളത്തിൽ നമ്മൾ ആകാശദൂത് ഇതെല്ലാം യക്ഷികളെ കണ്ടു, മുടിയൊക്കെ കഴിച്ചിട്ട് സാരിയിലൊക്കെ വന്ന് പുതുമഴ ആ പാട്ട് പാടി വരുന്നവരാണ് നമ്മൾ പൊതുവെ നമ്മൾ കാണുന്ന യക്ഷി. അവരുടെ ലുക്കും എല്ലാം അങ്ങനെയുള്ളതാണ്. പക്ഷെ ബ്രഹ്മയുഗത്തിലെ യക്ഷി എൻ്റർലി ഡിഫറെൻറ്റ്. ഡ്രസ്സിലായിക്കോട്ടെ, ഇൻ കേസ് ആക്സസറി, ആ നോസ് പിന്നൊക്കെ അടിപൊളിയായിട്ട് ആക്സസറീസിലായിക്കോട്ടെ. അപ്പോൾ ഈ യക്ഷിൻ്റെ ഈ ഒരു സ്കെച്ച്, എനിക്ക് ഇങ്ങനെ ഒരു യക്ഷിനെയാണ് വേണ്ടത് എന്ന് ഡയറക്ടർ പറയുമായിരുന്നു, അതോ അതിനകത്ത് പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം എല്ലാം ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നുള്ളൊരു സജഷൻസ് ആയിരുന്നു, അതോ മെൽവിൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടുപിടിക്കുമായിരുന്നു, എങ്ങനെയായിരുന്നു അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ്? യക്ഷിയുടെ ഒരു പരിപാടി ഈ പറഞ്ഞ എല്ലാ തോട്ടുകളും നമുക്ക് വന്നിരുന്നു. യക്ഷിനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബേസ് സ്കെച്ച് ഡയറക്ടർ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. അതിനകത്ത് കോൺട്രിബ്യൂഷൻ, ഈ റിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ ഡയറക്ടറുടെയാണ്. ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഡയറക്ടർ. അത് ഈ റിങ്ങിന്റെ ആണ്, അതല്ലേ റിങ് വെച്ചിട്ട് പിന്നെ അതിനകത്ത് ചെയിൻ കണക്ട് ചെയ്ത് നമ്മൾ ഹെയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു, പിന്നെ ആ ഒരു നെക്ക് പീസ് അതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. നെക്ക് പീസ്, കയ്യിൽ കിടക്കുന്ന വളകള്, കാലിലെ പാദസരം കസ്റ്റമൈഡ് ആണ്, ഇത് കസ്റ്റമൈഡ് ആണ്. ഇപ്പൊ യക്ഷിട്ടണ പോലത്തെ റിംഗ് ആണ് ഇപ്പൊ കയ്യിലിട്ടാണ്. അതിന് ഒരു പീസിന് 8 രൂപ, ആ റിങ്ങിന് മാത്രം. അതിന് നെയിലിന് 5 നെയിലിന് 6 രൂപ 8 രൂപ കണ്ടാണ്. അതിന് കൃത്യമായിട്ട് റേറ്റ് അറിയില്ല. ഇത് ഡിസൈനർ കളക്ഷൻ ആണ്. ഭവ്യ രമേശ് എന്ന് പറയുന്ന ഒരു ഡിസൈനറുടെ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് ആക്സസറീസിന്. അത് ആളുടെ അടുത്ത് നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതിന് മാത്രം എനിക്ക് 10 മോതിരം മേടിച്ച് തന്നെ 1.2 ഞാൻ ഭവ്യക്ക് മറ്റേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 മോതിരത്തിന് 1.2 ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണല്ലോ, അപ്പൊ അതിന് അതിൻ്റെതായ കോസ്റ്റ് വേണ്ടി വന്നിട്ടുണ്ട്. പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അതായത് നമുക്ക് വേണ്ട ഇത് കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ പോർച്ചുഗീസ് ആർമിക്കും നല്ല അതിന്റെ ചെരുപ്പും ക്യാപ്പടക്കം എല്ലാം നമ്മൾ ഹൈദരാബാദ് ഒരു ടീമിനെ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ അതിനും ഒരു നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട്. മുണ്ടിന് ഇത്രേ വന്നിട്ടുള്ളൂ. അത് കമന്റ് പറഞ്ഞവർക്കൊക്കെ കൂടി വെറുതെ. നമ്മുടെ ഈ യക്ഷിന്റെ ആ ഒരു സ്കെച്ചിങ് എങ്ങനെയായിരുന്നു? സ്കെച്ചിങ്ങിന്റെ പ്രോസസ്സ് ഇപ്പൊ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഈ പടം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ മിന്നൽ മുരളിയുടെ സ്റ്റേറ്റ് അവാർഡൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എറണാകുളത്ത് ഒരു സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ ഞാൻ
കുറച്ചാൾ ബ്രേക്ക് എടുക്കാം എന്നുള്ളൊരു മൂഡ്, ഫിലിമിന്ന് ഒരു 6 month ബ്രേക്ക്, കട തുടങ്ങിയിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു മൂഡിൽ നിൽക്കുന്നു. അങ്ങനെ ഈ കടയുടെ പരിപാടിയൊക്കെ ആയിട്ട് നിന്ന് പിന്നെ എൻ്റെ അച്ഛനും പെട്ടെന്ന് ക്യാൻസർ ആയി. അപ്പം ഞാൻ സിനിമ കംപ്ലീറ്റ്ലി കടയുടെ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരു വർഷം, അപ്പോൾ അങ്ങനെ സിനിമയിൽ നിന്ന് 1 year ബ്രേക്ക് എടുക്കേണ്ടി വന്നു എനിക്ക്. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് ഈ ബ്രഹ്മയുഗം സിനിമ മറ്റേ പടം വരുന്നത്. അപ്പോൾ ഈ പടം വന്ന് ബേസിക് സ്കെച്ചുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും പിന്നെ ആ ടൈമിലൊക്കെയാണ് ഈ മിഡ് ജേണി ഇതൊക്കെ. വീട്ടിലിരിക്കുമ്പോൾ പണിയൊന്നുമില്ലല്ലോ, കൂടുതലും അച്ഛൻ്റെ കൂടെ ഇരിക്കുക, അവരുടെ ഇത് നോക്കുക. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു കേസ് ഉണ്ട്. കാരണം ഇത് തിരിച്ചിന് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ടെക്നോളജി ആയിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നൊക്കെ ഉള്ള, അത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏത് ടെക്നീഷ്യൻസ് എപ്പോഴും വരുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവണം. അങ്ങനെ രാഹുലായിട്ട് എനിക്കൊരു കുറേ സ്കെച്ചസ് ഒക്കെ തന്നെ നമ്മൾ 8 പ്രാവശ്യമൊക്കെ ട്രയൽ ചെയ്യാൻ നോക്കി. 8ാമത്തെ ട്രയലാണ് വർക്കായത്. 7 പ്രാവശ്യത്തെ ട്രയലിലും പരാജയമാണ്. അപ്പോൾ ഈ യക്ഷീനെ ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സിനകത്ത് ആദ്യത്തെ കുറച്ച് പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ റെഫറൻസ് എടുത്ത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് യക്ഷീനകത്തേക്ക് ഒരു ലോക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി അമ്പലങ്ങളിലെ ഈ കൊത്തുപണികളിനകത്തു നിന്നാണ് ആ സാധനം ലോക്കാവണം. ആ യക്ഷി എന്ന് പറയുന്ന ക്രീച്ചറിനെ നമ്മൾ ലോക്ക് ചെയ്യണം. അതിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മിഡ് ജേണി റെഫറൻസുകൾ, മിഡ് ജേണിയിൽ നമ്മൾ ഈ ക്യാരക്ടറുകൾ അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു എഐയിൽ യൂസ് ചെയ്തിട്ട് കുറേ ഹെൽപ്പ് എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മാതിരി നമ്മൾ ക്ലൈമാക്സിലേക്ക് വന്നിട്ടുള്ള പോർച്ചുഗീസ് കോസ്റ്റ്യൂമും നമ്മൾ ശരിക്കും പോർച്ചുഗീസുകാരുടെ പോലത്തെ അല്ല ചെയ്താണ്. കുറച്ചും കൂടി ഇങ്ങനെ എയുടെ സപ്പോർട്ടോടുകൂടി കുറച്ച് നല്ല കളേഴ്സുകളൊക്കെ വെച്ചിട്ട് ഓക്കെ, അത് ചിലപ്പോൾ അത് കളറാവാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. സിനിമ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം, കളറാവാം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ പോർഷനൊക്കെ. അപ്പോൾ നമ്മളത് അങ്ങനെ ഒരു നല്ല കളേഴ്സും പരിപാടികളും, പിന്നെ അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞത്. പിന്നെ അത് ടർബോയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മിഡ് ജേണി അല്ലെങ്കിൽ എയുടെ ഒക്കെ ടൂൾസ്. ടർബോയില് ടൂൾസ് ബ്രഹ്മയുഗത്തിലാണ് ആദ്യമായിട്ട് എയുടെ ടൂൾസ് യൂസ് ചെയ്തത്. ഞാൻ എൻ്റെ സിനിമ കരിയറിൽ ആദ്യമായിട്ട്. പിന്നെ അത് ടർബോയിലും യൂസ് ചെയ്തിട്ടുണ്ട്. ടർബോയില് ഈ പറഞ്ഞ കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണു ശർമ്മയും അതിനകത്ത് ടർബോ കാണുമ്പോൾ അത് ടർബോൻ്റെ സിനിമ തുടങ്ങുന്നത് തൊട്ട് സിനിമയുടെ അവസാനം വരെ ഇതിനൊരു കളർ ടോൺ ഉണ്ട്, ഒരു ടീൽ റെഡ് എന്ന് പറയുന്നൊരു കളർ ടോൺ ഉണ്ട്. അപ്പം ആ കളർ ടോണിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിഷ്ണു ശർമ്മ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വിഷ്ണു ശർമ്മയ്ക്ക് കൊടുക്കണത്. അപ്പം നമ്മൾ പിൻട്രസ്റ്റിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു ബോർഡ് ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ കളർ പാലറ്റും റെഫറൻസുകളും പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മീറ്റിങ്ങിന് ചെന്ന് ഞാൻ വൈശാഖേട്ടനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ ഈ ടർബോൻ്റെ കുറേ പോസ്റ്റേഴ്സൊക്കെ എഴുതി വൈശാഖേട്ടൻ എന്നൊക്കെ എഴുതിയിട്ടൊരു PPT ഉണ്ടാക്കിയത്, പിച്ച് ഡോക്കറ്റ് പോലത്തെ ഒരു സാധനം ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ടർബോൻ്റെ കുറേ ഡിഫറെൻറ്റ് വേരിയേഷൻ പോസ്റ്റേഴ്സ് കളർ പാലറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി. അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മറ്റേ എയുടെ സാധനത്തിൽ വെച്ച് ചെയ്തിട്ട് ഈ ക്രൗഡ് പരിപാടി എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ എയിൽ റെഫറൻസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സിനെ പിൻട്രസ്റ്റും എയും മിക്സ് ചെയ്തിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ മീറ്റിങ്ങിന് വന്നപ്പോൾ വിഷ്ണു ശർമ്മ വിളിക്കണം. വിഷ്ണു ശർമ്മയുടെ ഞാൻ ടാബിലേക്ക് എ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ മറ്റേ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഉണ്ടാക്കിയ കളർ പാലറ്റ്, പിന്നെ ഷാജി ചേട്ടൻ, ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഷാജി നടുവിൽ ഭയങ്കര കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു എയിൽ ഇരുന്നിട്ട് ഒരു ഐഡിയ, ഇപ്പോൾ ശർമാജി അതിനകത്ത് ഇന്നായി നമ്മൾ എ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവരും പറയും എ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ഭീഷണിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരിക്കലും തോന്നില്ല. കാരണം എനിക്ക് എ വന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ. ഇപ്പോൾ ChatGPT, എനിക്ക് ഇംഗ്ലീഷിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ആദ്യം മെസ്സേജ് അയക്കണം, മച്ചാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചിട്ടാണ് അവനെനിക്ക് റിപ്ലൈ എന്നിട്ടാണ് ഞാൻ ആ ആൾക്ക് റിപ്ലൈ അയക്കുക. ഇപ്പം എനിക്കൊരു മെയിൽ അയക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബേസിക് ഇംഗ്ലീഷിൽ കണ്ടന്റ് എഴുതി കൊടുത്താൽ മതി, തിരിച്ചായിരുന്നു. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് വേറൊരാൾക്ക് ഈസിയാണ്. അപ്പോൾ പ്രോസസ്സിങ് ഈസിയാണ്, വായിക്കാൻ ഈസിയാണ്, നമുക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് കിട്ടും. അപ്പം അവിടെ നിന്ന് എയുടെ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരു കാരിക്കേച്ചറിന് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ആർട്ടിസ്റ്റിന് നമ്മൾ വാല്യൂ ഇല്ല എന്നല്ല പറയുന്നത്, അവരുടെ വാല്യൂവിന് അവർക്ക് മറ്റേ പൈസ വേണം, അത് കൊടുക്കാൻ വേണം. ചില സാഹചര്യങ്ങളിൽ നമുക്കത് ഇപ്പോൾ ക്യാരക്ടർ ലുക്ക് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇങ്ങനെ നിൽക്കണ പോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ പല പല ആംഗിളിൽ പല പല രീതിയിൽ പല പല രൂപത്തിൽ നമുക്ക് ഇവരെ കാണാൻ പറ്റിയാലാണ് നമ്മുടെ ക്യാരക്ടറിനെ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എനിക്ക് ഇത്രയും
അപ്പോൾ അത്രയും സ്കെച്ചസ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല വരയ്ക്കാൻ വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് അത്രയും ചൂഷണം ചെയ്യാന്ന് പറയുന്നതും മുതലാവുന്ന കാര്യമല്ല. അപ്പം അതിനകത്ത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനുള്ള സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് ചെയ്യണേ. മിഡ് ജേണി ആയിരുന്നു കൂടുതലും. മിഡ് ജേണിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് ഈസിയാണ്. ഈ പറയുന്ന മാതിരി ഇപ്പോൾ ഒരു മുണ്ട് ഷർട്ട് ഇട്ടിട്ട് ഒരാളെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ ബോഡി എത്രത്തോളം വേണം, എത്ര വണ്ണം ഉണ്ടോ, എത്ര ഹൈറ്റ് ഉണ്ടാവും, ഇങ്ങനെയാണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. എനിക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കി തരും. പിന്നെ അത് നമുക്ക് ഫേസ് മാറ്റി പല പല ഫീച്ചേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ടർബോയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിലേട്ടൻ നായകനായിട്ട് ജ്യോതിഷേട്ടൻ ഡയറക്റ്റ് ചെയ്ത് പടം വരുന്നുണ്ട്. പടത്തിന്റെ പേര് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പടത്തിനകത്തും ബേസിലേണ്ട കുറച്ച് ക്യാരക്ടർ ഞാൻ കോഡ് അങ്ങോട്ടും മാറ്റി. അപ്പോൾ ഇപ്പോൾ കുറേ സ്റ്റോറി ബോർഡൊക്കെ ഉണ്ടാക്കാനായാലും പല സിനിമകളുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മളൊരു ബേസ് ഐഡിയ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അയക്കാൻ ഭയങ്കര ഈസിയാണ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിൻട്രസ്റ്റിനകത്ത് നമ്മളൊരു സാധനം സെർച്ച് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ആദ്യത്തെ വേർഡ് അടിച്ചാൽ കിട്ടില്ല. നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നത് ഏതെങ്കിലും ഒരു 10-20 പ്രാവശ്യം ഏതെങ്കിലും ഫോട്ടോൻ്റെ പിന്നാലെ പോയതിന് ശേഷമായിരിക്കും നമുക്കത് കിട്ടുക. അപ്പോൾ അത്രയും സമയം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അത് കിട്ടിയതിന് വേണം അതിൻ്റെ പിന്നാലെ പോയിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനത്തിലേക്ക് എത്താം. ഇത് കറക്റ്റ് വെറുതെ ഒരു ടൈപ്പ് ചെയ്യുക കിട്ടാന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മാർഗങ്ങൾക്കൂടെ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ബ്രഹ്മയുഗം, റീസെൻ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ടർബോ ആണ്. അപ്പോൾ അതുവരെ യൂസ് ചെയ്ത് എന്താ പറയാ കോസ്റ്റ്യൂം ഒരു സ്കെച്ച് ഇട്ട ആളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ. സിനിമ അല്ലാതെ വേറെ എന്തൊക്കെയാണ്, വല്ല ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത് മെൽവിന്? സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടില്ല, ബിസിനസ്. ഇപ്പോൾ ഒരു സൈഡ് ഓഫ് ഇൻകം സിനിമ അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ഓക്കെ. എന്താ ബിസിനസ്സാ? ഡിസൈനർ സ്റ്റുഡിയോ, ഹൗസ്. എനിക്ക് ബുട്ടിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച്, അല്ലെങ്കിൽ ബുട്ടിക് കൾച്ചർ എന്ന് പറയുന്ന മാതിരി എല്ലാം ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഒരു ഹൗസ് ഓഫ് ഡിസൈനർ കളക്ഷൻ വേണ്ടിയിട്ടുള്ള ഹൗസ്. ഞാൻ അതിനെ സന്തോഷ് സാർ അറിയോ, സന്തോഷ് ടി കുരുവിള സാർ, സാറിൻ്റെ മകളും ഞാനും കൂടിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സാറും എൻ്റെ ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്ന ആളാണ്. അതായത് എന്നാ താങ്കേസ് കൊടുക്കുന്ന പറഞ്ഞ പടത്തിൻ്റെ പൂജയ്ക്കാണ് എന്നെ സാറ് കാണുന്നത്. ഞാനവിടെ ഒരു പാവാടയും അതേപോലെ ഒരു ലെതർ ജാക്കറ്റും ഇട്ട് കാസർഗോഡ് കട്ടച്ചുകൂടത്ത് മറ്റേ പൂജയ്ക്ക് വന്നേക്കാണ്. അപ്പോൾ സാറിങ്ങനെ കൗതുകം തോന്നി. ഇതേപോലൊരു തന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സാറിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് സാറ് ഒരുപാട് ബിസിനസ് ട്രാവൽസ് നടത്തുന്ന സമയത്ത് ഇങ്ങനെ ആളുകളെ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരുത്തണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരാന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാന്ന് പറഞ്ഞ്. എനിക്ക് സാറിന് പിന്നെ ഒരു ഗ്യാപ്പിൽ എനിക്കൊരു മറ്റേ നമ്മുടെ കതർ മുണ്ടില്ലേ, കതറിൻ്റെ മുണ്ട് ഭയങ്കര രസമാണ്. കതറിൻ്റെ മുണ്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് വീട്ടിലിടാൻ പറ്റുന്ന കുറച്ച് പാൻറ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തായിരുന്നു. സാറിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് പിന്നെ പടമൊക്കെ കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ പോകുന്ന ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ സാറിൻ്റെ മോള് ഡിസൈനിങ് കഴിഞ്ഞാണ് ഷാരോണാണ് എൻ്റെ പാർട്ണർ. ഞങ്ങൾക്ക് ഇവിടെ കല്ലൂരൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ സാറിങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, നമുക്കിത് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാനും ഷാരോണും കൂടി കുറേ സ്റ്റാർട്ട് ചെയ്തതാണിത്. അപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ബുട്ടീക്കായിട്ട് പറയാൻ താല്പര്യമില്ല, സ്റ്റുഡിയോ. അപ്പോൾ എന്ത് പ്രത്യേകതകളാണ് നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ എങ്ങനെ നിങ്ങളുടെ ബുട്ടീക്ക് എന്ന് ഞാൻ പറഞ്ഞു, ബട്ട് എങ്ങനെ നിങ്ങളുടെ സ്റ്റുഡിയോ, ഡിസൈനർ സ്റ്റുഡിയോ, യെസ് അല്ലേ, ഡിസൈനിങ് സ്റ്റുഡിയോ എങ്ങനെ നമ്മളെങ്ങനെ അറിയണമെന്നാണ്, എന്ത് യൂണിക്നെസ് ആണ് അവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത്? എന്തായാലും ഓൾറെഡി മെൽവിൻ എന്ന് പറയുന്നത് ആളെ യുണീക്കാണ്. നോക്കി ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഒരാൾ വന്നിരിക്കുന്നത് വളരെ യുണീക്കാണ്. സോ എന്താ ഇപ്പം ഞങ്ങൾ ഒരു വർഷമായി ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു വർഷം കൊണ്ട് മാർക്കറ്റ് ശരിക്കും പഠിക്കുക. ഇപ്പോൾ ബിസിനസ് ഇപ്പോൾ സാറിൻ്റെ അടുത്താണ് സപ്പോർട്ടിന് ബിസിനസ്സിന് വേണ്ടി പോകണത്. സന്തോഷ് സാർ അത്യാവശ്യം ഹ്യൂജ് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഓരോ സജഷൻസ്, അല്ലെങ്കിൽ ഞാനൊരു ക്രാഫ്റ്റ് വെച്ചിട്ട് ഓക്കെ കൊച്ചിയിലെ ഏറ്റവും യുണീക്കായിട്ട് ഉള്ളൊരു ഡിസൈനർ സ്റ്റുഡിയോ ആയിരിക്കണം എൻ്റെ, അല്ലെങ്കിൽ ഒരു ഹൗസ് അതായത് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഡിസൈനർ സ്റ്റുഡിയോ ഉണ്ടാക്കുന്നത്. അതായത് സാധാരണ സ്റ്റുഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ പല ബ്രാൻഡുകൾ, മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഡിസൈനർ സ്റ്റുഡിയോ ആണ്. അതായത് പല പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രീമിയം രീതിയിൽ സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ 30-35 സിനിമകൾ വർക്ക് ചെയ്തു, 8 വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്രയും പ്രീമിയം ചാർജ് ചെയ്തിട്ടാണ് ഓരോ വർക്കേഴ്സിനടക്കം ഒന്ന് ക്വാളിറ്റി അത്ര മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്.
ഞാൻ എൻ്റെ കടയിൽ പ്രീമിയം ബുട്ടിക്ക് എന്നുള്ള രീതിയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം വരെ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ ഒരു വർഷം പീരീഡ്, റണ്ണിങ് പീരീഡ് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടാണ്. ആ കഴിഞ്ഞ ഒരു വർഷം വരെയുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള ഐഡിയയും അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഏറ്റവും പ്രീമിയം ഡിസൈനർ സ്റ്റുഡിയോ, ഡിസൈനർ കളക്ഷൻസിലുള്ള പല പല യൂണിക് പ്രോഡക്റ്റുകൾ, അതായത് വേൾഡിൽ അവർക്ക് മാത്രം ഉണ്ടാവണമെന്ന് കോൺസെപ്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ്. ബട്ട് നമ്മുടെ കൊച്ചി മാർക്കറ്റും അല്ലെങ്കിൽ മലയാളികൾക്ക് നീഡഡ് ആയിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സസ് ഇപ്പോൾ ഞാൻ എൻ്റെ കടയിൽ കുറച്ച് കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമായിട്ടുണ്ട് 3 ലക്ഷം 2 ലക്ഷം ഒക്കെ ഒരു പെർ ഡിസൈനിന്. ഞാനത് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം, എൻ്റെ പ്രോഫിറ്റ് ഒന്നും ഇടാണ്ട് ഞാനത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് കൊടുത്ത സാലറിയൊക്കെ വെച്ച് ഞാൻ ചെയ്തതിന് 2-3 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ബ്രൈഡൽ ലെഹങ്കകൾക്ക് വേണ്ടിയിട്ട് അത്രയും പ്രൈസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ആർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. മൊത്തത്തിൽ വെഡ്ഡിങ് ട്രെൻഡ് മാറി. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. ദെൻ ഞങ്ങളുടെ ഇനീത്ത കലീസിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇപ്പം ഞാൻ ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. ഇനി ഇപ്പം ഞാൻ അതായത് ഇപ്പം നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തായിരുന്നു പോരായ്മ, അല്ലെങ്കിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ ആളുകൾക്ക് കൊടുക്കാൻ, ഇത്രയും പ്രീമിയത്തിൽ 1-2 പേരോ മേടിക്കാനുള്ളൂ. പക്ഷേ ആളുകൾക്ക് നീഡഡ് ആയിട്ടുള്ള ഒരു സാധനം കൊച്ചിയിൽ ഏറ്റവും പ്രീമിയം ഡിസൈനർ സ്റ്റുഡിയോയിൽ ഏറ്റവും ലോവർ പ്രൈസിൽ അത് മെൽവി ഇനിയും ആളുകൾക്ക് കൊടുക്കുന്നുള്ളതാണ്. അതായത് പല ബിസിനസ്സിൻ്റെ, ഞാൻ വെഡ്ഡിങ് ഫീൽഡിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ വെഡ്ഡിങ് മാർക്കറ്റിൽ പല ചേഞ്ചസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ചേഞ്ചസിനകത്ത് ഏറ്റവും ചീപ്പർ കോസ്റ്റിനകത്ത് ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ അത് മേടിക്കാൻ കുറേ ആളുകളുണ്ട്. അപ്പം ആ ഒരു ഹണ്ടിങ്ങിലാണ് ഇപ്പം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഞങ്ങളുടെ കടയുടെ റിനോവേഷൻ സ്റ്റുഡിയോന്റെ പേര് കലീസിയ ബൈ മെൽവി ജയ് ആൻഡ് ഷാരോൺ എന്നാണ് പേര്. ഇപ്പൊ പറഞ്ഞല്ലോ കലീസിയയില് നമ്മൾ ഭയങ്കര പ്രീമിയം പ്രോഡക്ട്സ് ചീപ്പസ്റ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലോ പ്രൈസിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ചീപ്പസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്ന്. ഇതിന്റെ പ്രൊഡക്ഷൻ്റെ വേരിയേഷൻ ഇപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ ചീപ്പറായിട്ട് കൊടുക്കാൻ എങ്ങനെയാണ് ഞാൻ ഈ ഡിസൈനർ പ്രോഡക്റ്റ് കൊടുക്കണേ എന്ന് പറയുന്ന വാല്യൂ, അതിനകത്ത് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് പഠിച്ച ഒരു രീതിയുണ്ട്. ഇപ്പം ഞാൻ കൊന്നത് സബിയാസാച്ചിയുടെ സ്റ്റോറിൽ നിന്ന കട്ടിങ് മാസ്റ്ററിനെയും ഹാൻഡ് വർക്കേഴ്സിനെയും വെച്ചിട്ടാണ് ഞാൻ കൊന്നത്. അപ്പോൾ എനിക്ക് പെർ ഡേ 3000-4000 ഒക്കെ വെച്ച് വർക്കേഴ്സിന് ഒരാളുടെ കട്ടിങ് മാസ്റ്ററിന് ഞാൻ പെർ ഡേ കൊടുത്തുകൊണ്ടിരുന്നത് 2500-3000 സംതിങ് ആണ്. അവൻ OTക്ക് നിന്ന് കഴിഞ്ഞാൽ 3000-4000 ഒക്കെ അവൻ മേടിക്കും. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പ്രൈസ് ഇടണം, ഓരോ പ്രൊഡക്റ്റിന് എനിക്ക് അത്രയും പ്രൈസ് ഇടേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയത് പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, ഡിസൈൻ ആണല്ലോ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി എയിം ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഗൈഡ് ചെയ്യുന്ന രീതികളാണ് ഇതിനകത്തുള്ളത്. വർക്കേഴ്സ് എല്ലാം നല്ല വർക്കേഴ്സ് ഉണ്ട്. നമ്മളെങ്ങനെ പണിയെടുക്കും, സബിയാസാച്ചിയുടെ സ്കെച്ചിങ്ങിനും സബിയാസാച്ചിയുടെ വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതി കൊണ്ടാണ് ഇവർ ഇത്ര നല്ല വർക്കേഴ്സ് ആവണത്. എല്ലാവരും നല്ല വർക്കേഴ്സാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ടാലൻറ്റ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എനിക്കിപ്പോൾ ഈ കൽക്കട്ട ട്രാവൽ, ഞാനിപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇപ്പോൾ സിനിമയുടെ ട്രാവലും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഏറ്റവും ചീപ്പറായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും, പിന്നെ ചെയ്തതൊക്കെ സിനിമയിൽ ഒരു ബഡ്ജറ്റ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സിനിമ ചെയ്ത് തീർക്കാൻ, അതിനകത്ത് കല്യാണം ഉണ്ടാവാം, പെരുന്നാളുണ്ടാവാം, പല ഇൻസിഡൻസ് ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ ഒരു കോൺഫിഡൻസും ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടും അത് നമ്മളിനി ഷോക്കേസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉള്ളതല്ല. ഇനി എന്തായാലും 2 മാസത്തിനുള്ള എൻ്റെ കടയിൽ ഈ പറയുന്ന കളക്ഷൻസൊക്കെ വരും. പിന്നെ അതിനകത്തൊരു മെജോറിറ്റി ഇപ്പോൾ ആളുകൾക്കൊരു ഡൗട്ടായിരിക്കും, ഈ പറയുന്ന ഈ റെഡിമെയ്ഡായിട്ട് അവിടെ ചെയ്തിട്ട സാധനങ്ങൾ എങ്ങനെയായിരിക്കും ഫിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആർക്കും മറ്റേ റെഡിമെയ്ഡ് ചെയ്യുന്നില്ല, സെമി സ്റ്റിച്ചറായിരിക്കും എല്ലാ പ്രോഡക്റ്റും. അതിനെ എത്ര ചീപ്പറായിട്ട്, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏറ്റവും ചീപ്പർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പർ, അത് കൊച്ചിയിൽ ഏത് കടയായിട്ട് കമ്പയർ ചെയ്താലും ആ ഡ്രസ്സ് കൊണ്ട് എവിടെ പോയി കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞാലും അതിൻ്റെ 2 ഇരട്ടി അവരെന്തായാലും പറയും. അപ്പോൾ അത് എത്ര കോസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ ഫൈനലി ഇനി ബിസിനസിൻ്റെ ഭാഗങ്ങളായിട്ട് പറയും. ഇതിപ്പം നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോയിലെ കോസ്റ്റ്യൂംസ് 2 പേർക്കും അല്ലേ, മെയിൽസും ഫീമെയിൽസ് 2 പേർക്കും കൂടെ അല്ലേ? ഇപ്പോൾ ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഫോർഡബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്തേക്ക് ഈ ഡ്രസ്സുകൾ ബ്രൈഡൽ കോസ്റ്റ്യൂമും ഡെയിലി വെയറബിളും സാരീസും. അതായത് നമ്മൾ ട്രാവലിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചീപ്പ്
സൂപ്പർ സാരീസാണ് ഇവിടെയൊക്കെ 3000-4000 രൂപയ്ക്കൊക്കെ ഒരുക്കുന്നത്. എന്തിനാ അത്രയും പ്രോഫിറ്റ്? അത്രയും പ്രോഫിറ്റ് യാതൊരു ആവശ്യമില്ല. ക്വാണ്ടിറ്റി കൂടുതൽ വെക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും പേർക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ഭയങ്കര ഒരു എക്സാമ്പിൾ പറഞ്ഞു. കൽക്കട്ടയിലായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം. മൊത്തത്തിൽ കൽക്കട്ടയിൽ ബംഗാൾ കോട്ടൺ എത്ര രൂപയാണ് ഇവിടെ മേടിക്കണേന്നറിയാം. ചില കടകളിൽ ഞാനത് മറ്റേ 3000, 2000, 4000 ഈ സാരി ഉണ്ട്. ഞാൻ അവിടെ നിന്ന് മേടിച്ചത് കൽക്കട്ടയിൽ നിന്ന് സോഴ്സിങ്ങിന് ഇറങ്ങി ഞാൻ മേടിച്ച് 250 രൂപ ഈ സെയിം സാരി. അപ്പൊ ഒരു കാര്യം അവിടെ ട്രാവൽ എക്സ്പെൻസ് ഇത് ഉണ്ട്. ഇതിപ്പോ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും 3 ഇരട്ടി 4 ഇരട്ടി 5 ഇരട്ടി ഒന്നും വരില്ല ഇതിന്റെ പ്രൈസ്. ഞാൻ പറഞ്ഞ അതേപോലെ ഇത് കുറേ ട്രാവലിനകത്ത് ഇത് കിട്ടും. ഇപ്പൊ ഇവിടെ ഇപ്പൊ കുറേ കസ്റ്റമേഴ്സ് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റിയാൽ മതി. ഈ സെയിം സാധനം തന്നെ മറ്റു കടയിൽ എത്ര രൂപ വേണമെങ്കിലും വിറ്റോട്ടെ. ഞാനും ആ കോൺസെപ്റ്റിൽ നിന്ന ആളാണ്. എന്നെ ട്രാവലും പരിപാടികളൊക്കെയാണ് ഈ ബിസിനസ്സിനകത്ത്. ഓക്കെ, ഈ ചെറിയ ഇപ്പം ഞാൻ വളരെ ഇപ്പോൾ ബിസിനസ്സിനകത്ത് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് തോന്നുന്നു. കൽക്കട്ടയിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ശരവണനെ പരിചയപ്പെട്ടു. ദോശക്കട നടത്തുന്ന ശരവണന് 30 രൂപ ദോശയ്ക്ക് അവിടെ. 600-800 ദോശ ഇഡ്ഡലിയായിട്ട് 30-40 രൂപയാണ് ബേസിക് ഇത്. ശരവണന്റെ ഒരു മാസത്തെ ഇൻകം കേട്ടിട്ട് ഞാൻ ഞെട്ടി. 800 പ്ലേറ്റ് ഒരു ദിവസം വിറ്റ് പോകാന്ന് പറയുമ്പോൾ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്ത്ലി അണ്ണന് കിട്ടുന്ന ഇൻകം എത്രയാണ്, ഒരു ഇയർലിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയാണ്. അത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ മെത്തേഡ് ഉള്ളൂ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രീമിയം റേറ്റിൽ വിൽക്കുന്ന കടകളുണ്ട്. 800 പ്ലേറ്റോളം ഒരു ദിവസം ആൾക്ക് അത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ കട. അപ്പം ഞാൻ പറയണ ഏറ്റവും കസ്റ്റമേഴ്സിന് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർ കൊടുക്കുന്ന സാധനം ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇടുള്ളൂ. അതിന് പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഇപ്പത്തെ എയിം. കലീസി അത് കൊണ്ടുവരും. അത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. മെൻസിന് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ള കസ്റ്റമൈസിങ്. ഇപ്പം മെൻസിന് ഇവിടെ കുറവാണ്. കൊച്ചിയിലെ സംബന്ധിച്ചിടത്തോളം ലേഡീസ് ബൂട്ടിക്കും മെൻസ് ബൂട്ടിക്കും കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ മെൻസിന് ഭയങ്കര കുറവാണ്. അപ്പോൾ മെൻസിനകത്തേക്ക് കുറച്ചും കൂടി ഫാബ്രിക് പരിപാടികളും കസ്റ്റമൈസിങ് കുറച്ച് മെൻസിനകത്തേക്ക് കസ്റ്റമൈസിങ് എന്ന് പറയുമ്പോൾ അതിനങ്ങനെ റേറ്റ് കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കുമോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ സബ്യാസാച്ചിയുടെ കട്ടറ വെച്ച് എനിക്കൊരു കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ആ കട്ടിങ്ങിനകത്ത് പാടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. മറ്റേത് 2-3 ട്രയലൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ മേക്കിങ്ങിനകത്ത് അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഇത് ട്രയലിനകത്ത് വരുന്ന സമയത്ത്. ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മളുടെ ഒരു അക്കോമഡേഷൻ നോക്കണം, ഇവരുടെ പെർ ഡേ സാലറി നോക്കണം, പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് കസ്റ്റമൈസിങ് എപ്പോഴും കാശ് കൂടുതലാണ്. പക്ഷെ മെൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ലേഡീസിൻ്റെ ഹാൻഡ് വർക്കിങ്ങിന് നമുക്കൊരു മണിക്കൂർ 800 രൂപ ചാർജ് ചെയ്യേണ്ടി വരും. 400-800 രൂപ ചാർജ് ചെയ്താലാണ് നമുക്ക് വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറി നമ്മുടെ കടയുടെ റെൻറ്റും പരിപാടിയൊക്കെ പോകുള്ളൂ. അപ്പോൾ ഒരു 5 മണിക്കൂറുള്ളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് 800 × 5 എന്ന് പറയുമ്പോൾ അത്രയും ഹാൻഡ് വർക്കിൻ്റെ ചാർജായി. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് കോസ്റ്റ്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്ലൗസ് തയ്ച്ച് വരുമ്പോഴേക്കും നല്ലൊരു കോസ്റ്റ് ആവും. അപ്പം അതൊക്കെ എങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ എല്ലാം ലേഡീസിൻ്റെ കസ്റ്റമൈസിങ് നമ്മളതിന് ചാർജ് ഇട്ടിട്ടായിരിക്കും പ്ലാൻ ചെയ്യണത്. അതങ്ങനെ കസ്റ്റമൈസിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൂടുതൽ നമ്മൾ മെൻസിൻ്റെ കസ്റ്റമൈസിങ്. പിന്നെ അതേപോലെ എൻ്റെ ഓൺ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് കൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡ്. അതായത് ഇപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുമ്പോഴും ഈവൻ നാളെ എന്തായി തീരണമെന്ന് ചോദിക്കുമ്പോഴും എനിക്കൊരു എൻ്റെ ഡ്രീമുണ്ട്. അതായത് ഞാൻ അവസാനം മരിക്കുമ്പോൾ ആരായിട്ട് മരിക്കണം എന്നുള്ള ഡ്രീം മനസ്സിൽ വെച്ചിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ തയ്യൽ പഠിക്കുന്നത്. എനിക്ക് എൻ്റെ ഓൺ ബ്രാൻഡ് കൾട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. എന്നെ അറിയുന്നത് കൾട്ട് മെൽവി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഒക്കെ നമ്മൾ പേറ്റൻ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. അതാണ് ഞാൻ 40 വയസ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം 30 ഈ ഒരു വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 30കളിൽ ഈ ഒരു ഗെറ്റപ്പ് ആണെങ്കിൽ 40കളിൽ ഇരട്ടി ആയിരിക്കും അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേറൊരു പിക്ചർ അഭി ബാക്കി മേരെ ദോസ്ത് അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ വരും, അല്ലെങ്കിൽ എൻ്റെ കരിയറിനകത്ത് ഇനി അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനകത്തേക്കൊക്കെ പാത്ത് വേ, സിനിമ അതിനകത്തേക്ക് ഒരു പാത്ത് വേ. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് എനിക്കൊരു ബുട്ടിക്കിനകത്ത് എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്രയും ഹ്യൂജ് ബുട്ടിക്ക് എനിക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനി എനിക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്ന സാധനമുണ്ട്. സിനിമയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് സിനിമയിൽ കൂടുതൽ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല സിനിമകളുടെ ഭാഗമാവണമെന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറ്റ് എ ടൈം 3-4 സിനിമ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഈ 8 വർഷം ജേണി ചെയ്ത് എൻ്റെ അസോസിയേറ്റുമാരുണ്ട്. ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി കിട്ടിയപ്പോൾ ആ ജേണി ഞാൻ എന്തായിരുന്നു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ മേടിച്ചൊരു അച്ചീവ്മെൻറ്റ് എൻ്റെ കൂടെ നിൽക്കുന്നവരും മേടിക്കണം. അങ്ങനെ 2-3 സിനിമകൾ വരുമ്പോൾ എൻ്റെ പയ്യന്മാർക്ക് കൊടുക്കും. നല്ല സിനിമയുടെ ഭാഗമാവുക. കൂടുതൽ സമയം ഇനി ബിസിനസ്സിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതേപോലെ ചീപ്പല്ല ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞത് ഞാൻ കൊടുക്കണമല്ലോ. എന്തായാലും ഇറങ്ങി പണിയെടുത്ത് തന്നെ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സക്സസ് മാൻ്റെ ബിഹൈൻഡ്
ഒരു സ്ട്രോങ് വിമൻ കാണും അതെ. അല്ലേ? താങ്കളുടെ വൈഫ് പുള്ളിക്കാരത്തെയും കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഈ പറയുന്ന പോലെ താങ്കളുടെ ഒപ്പം ലവ് മാരേജ് ആണ്. സോ അത്ര 7 കൊല്ലത്തെ പ്രണയം അന്ന് തൊട്ട് ഇന്ന് വരെ സിനിമയിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിലും മെൽവിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ വൈഫിനെ പറ്റി എന്നാ പറയാനുള്ളത്? വൈഫിനെ പറ്റി ഭയങ്കര സന്തോഷമാണ്. ഞാൻ 8 വർഷമായി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെക്കുന്നു. ഇപ്പോൾ കരിയറിനകത്ത് സിനിമ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യുന്ന കാലം തൊട്ടിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ സൂപ്പർ സീനിയറായിട്ട് എൻ്റെ ഏറ്റവും ജൂനിയറായിട്ട് വന്നു പഠിച്ച. അപ്പോൾ അങ്ങനെ തൊട്ടിട്ടുള്ള പ്രണയമാണ്. അപ്പം ഞാൻ എൻ്റെ സിനിമ കരിയറിലേക്ക് ഇന്നായി അതിനകത്ത് നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അമ്മയ്ക്കും എൻ്റെ വൈഫിനാണ് അറിയണത്. ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് കരയും, എൻ്റെ വൈഫിനെ വിളിച്ച് കരയും. ഞാൻ വേറെ ആരോടും വിളിച്ച് കരഞ്ഞിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് എൻ്റെ വൈഫിൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്താണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്, പല സിറ്റുവേഷനിലും കരയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആരോടും അതിൻ്റെ വിഷമം പറഞ്ഞ് കരഞ്ഞിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് നിന്ന് മാറി നിന്ന് കരഞ്ഞ് ഓക്കെ അത് കരഞ്ഞ് തീർത്തിട്ട് വന്നിട്ട് പണിയെടുക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഇൻസിഡൻസ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് 8 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് എനിക്ക് പറയണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് മേടിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നാലെ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഒരു പെണ്ണിൻ്റെ സപ്പോർട്ട് അത് എൻ്റെ ലൈഫിൽ ഭാര്യ മാത്രമായിട്ട് എനിക്കില്ല, അമ്മയും കൂടിയുണ്ട്. ഭാര്യ അതിനകത്ത് കൂടുതൽ ഇമോഷണലി അമ്മയുടെ അടുത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഭാര്യയുടെ അടുത്ത് പറയാൻ പറ്റാത്ത അമ്മയുടെ അടുത്ത് നമ്മൾ പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടാവും. ഇവർ രണ്ടുപേരാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇപ്പോൾ നിൽക്കുന്ന സക്സസ്സിനായിക്കോട്ടെ. രണ്ടുപേരെയും വിളിച്ചാൽ ചില നേരത്ത് കിട്ടൂല. അപ്പൊക്കെ ഞാൻ സ്റ്റക്കായി പോകും. അതായത് ചിലപ്പോൾ പെങ്ങളെ വിളിക്കും. പെങ്ങളെ വിളിച്ചിട്ട് കുറച്ച് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയും, ഓരോ എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അവൾ കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞ സത്യമാണ്. അതിനകത്ത് എൻ്റെ വൈഫായിട്ട് കാണുന്നു, അതുപോലെ എൻ്റെ അമ്മയും. കാരണം 22 വയസ്സ് വരെ അമ്മയാണ് ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂടെ ഉണ്ടായിരുന്നത്. 8 വർഷം തൊട്ടിട്ടാണ് എൻ്റെ ഭാര്യ. അപ്പം അതിനുശേഷം ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലേക്കുള്ള ജേണിയിലായാലും ഇവരും ഹെൽപ്പ് ചെയ്യും. അതായത് വൈഫ് ഇനി കൂടുതൽ ജേണികൾ അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ബൂട്ടിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, പല ബുദ്ധിമുട്ടുകളും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന എൻ്റെ വൈഫ് തന്നെ ആയിരിക്കും, വൈഫും അമ്മയും. യെസ്, ഈ പറഞ്ഞ പോലെ വൈഫും അമ്മയും എല്ലാവരും ബാക്ക് ബോൺ ആണ് അല്ലേ? അതെ അതെ. ഇപ്പം ഓൺട്രപ്രണറാണ്, പ്ലസ് മൂവിയിലെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. 8 വർഷമായി മൂവിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റിയ മൊമെൻ്റ് ഏതായിരുന്നു മെൽവിൻ്റെ ലൈഫിൽ? എപ്പോഴും ഫെയിലിയേഴ്സാണ് എപ്പോഴും എനിക്ക് എനർജി തന്ന് ഞാനിവിടെ വന്നിരിക്കാനുള്ള റീസൺ. അതായത് ഓരോ തവണ തോറ്റു പോകുമ്പോഴും ഇപ്പോൾ പറഞ്ഞ അമ്മ വൈഫും സപ്പോർട്ടർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിലൊരു ചോദ്യം ഉണ്ടാവുമല്ലോ, ഞാൻ എന്തിനു തോറ്റു കൊടുക്കണേന്ന് പറയുന്നൊരു ചോദ്യം. ഇപ്പോൾ സിനിമ ചൂസ് ചെയ്യാനും സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ഒക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഗട്ട്സ് തന്നതും ഓരോ ഫെയിലിയേഴ്സാണ്. ഒരുപാട് ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഭയങ്കര ഈസി ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ജേണി. അതാണ് ഏറ്റവും മെമ്മറബിൾ. നമ്മൾ ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും നമ്മൾ ലൈഫിനെ റീതിങ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ ഫെയിലിയേഴ്സ് സക്സസ് ആകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അത് തന്നെ ആയിരിക്കും സ്ട്രഗ്ലിംഗ് ടൈമും അല്ലേ? അതെ അതെ, അതാണല്ലോ നമുക്ക് ഓർത്തിരുന്ന് പറയാൻ പറ്റുന്ന മെമ്മറി. അത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ വന്നു, ഞാൻ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു അതിനും നല്ല മെമ്മറി എന്താണ്? പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ട്, കല്യാണം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമുക്കൊക്കെ ലൈഫിൽ വരുന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഓരോ സ്ട്രഗിൾ സ്റ്റേജസ്, ഇപ്പോൾ തോറ്റു പോകുന്നിടത്ത് ജയിച്ച് കാണിക്കണമെന്ന് പറയുന്ന മൊമെൻ്റാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും. അത് ജയിച്ച് കാണിച്ചിട്ട് നിൽക്കുന്നൊരു ഒരു ഫീലുണ്ട്. അതെനിക്ക് ഏറ്റവും ത്രില്ലിങ്ങും ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്ന ഫീലാണ്. ഈ സ്ട്രഗിൾസിൽ തന്നെ നമുക്ക് ഏറ്റവും ഒരു ഫിലിമിൽ നിന്ന് മാത്രമല്ല പൊതുവെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ സ്ട്രഗിളാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് എത്രത്തോളം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മെൽവിൻ? ഞാൻ തുടക്ക കാലഘട്ടത്തിലൊന്നും എനിക്ക് അത്ര പ്രശ്നമില്ല. കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും അങ്ങനെ ഫിനാൻഷ്യലി സ്ട്രഗിൾസ് എന്ന് തോന്നിയിട്ടില്ല. കാരണം അച്ഛൻ ഗൾഫിലായിരുന്നു, വന്നു. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയതിന് ശേഷം കൊച്ചിയിൽ താമസിക്കാൻ തുടങ്ങി, ഫ്ലാറ്റ് എടുത്ത് ഫുഡ് വെച്ച് തിന്ന് കഴിക്കലൊക്കെ തുടങ്ങി. കാര്യം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിക്കാം. ബട്ട് അവിടെ നിന്ന് വന്ന സ്ട്രഗിള്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു നാളൊരു ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു പേയ്മെൻറ്റ് മേടിക്കണം, നമ്മുടെ ബാങ്ക് ബാലൻസ് ഇത്രയും വേണം. അത് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ്, കാരണം കല്യാണത്തിന് ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര ബിഗ് സീറോ ആയിരുന്നു.
ഇത്രയും സിനിമകൾ ചെയ്തിട്ടും എനിക്ക് ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഞാൻ കൂടുതലായിരുന്നു. ആർഭാടമായിട്ട് കുറേ നാൾ ജീവിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ശമ്പളം ഇല്ലാണ്ട് പണിയെടുത്തിട്ടുണ്ട് കരിയറിനകത്തൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഒരു കല്യാണത്തിൻ്റെ ടൈമിൽ എൻ്റെ കയ്യിൽ അങ്ങനെ ഫിനാൻസ് വലിയ കാര്യമായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. അച്ഛൻ അത് പിന്നെ മറ്റേ ഇവിടുന്ന് പെങ്ങളൊക്കെ തന്ന് പിന്നെ ഞാൻ എവിടെയൊക്കെയോ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പോയി കല്യാണം. ബട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമ്മളൊരു 10 പേരുടെ അടുത്ത് കാശ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ആ കാശ് പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് ലൈഫിലൊരു ഫിനാൻഷ്യലി ഞാൻ കുറേ കാര്യങ്ങൾ സേവ് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ കുറ്റബോധം തോന്നിയ ഒരു അവസ്ഥ അല്ലേ? അത് ഇപ്പൊ തൊട്ട് ഞങ്ങളത് ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ ഞാനും വൈഫും അതിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ആവശ്യമാണ് സേവിങ്സ്. അതെ, അത് ഇപ്പോഴാണ് ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ പ്ലാൻ. കാരണം ലൈഫിൽ ഓരോ സ്റ്റേജ് വരുമ്പോഴാണ് നമ്മളത് പഠിക്കുകയുള്ളൂ. അതെല്ലാവരും ലൈഫിൽ വരും. അപ്പം അതിനകത്ത് പഠിച്ചാൽ മാത്രം മതി. അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാവാം, വൈഫിൻ്റെ ഫാമിലിയിലാവാം. അപ്പം അത് ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് നമ്മൾ. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒന്ന് സേവിങ്സ് പ്ലസ് എക്സ്പെൻസിനെ പറ്റി. അത് രണ്ടും മെൽവിൻ തന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ സേവിങ് ചെയ്യുന്നുണ്ട്, നേരത്തെ ഞാൻ ആർഭാട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സിനിമയുടെ റെമ്യൂണറേഷൻ വരുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് മന്ത്ലി സാലറി അല്ല. ഇപ്പോൾ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡ്വാൻസ് വരും. പിന്നെ അഡ്വാൻസ് തന്നെ സിനിമ തുടങ്ങി 10 ദിവസം കഴിയണം. ഇപ്പോൾ ചിലപ്പോൾ പ്രീ പ്രൊഡക്ഷൻ 10-20 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർഭാട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്യും. അതായത് ഓക്കെ, ഞങ്ങൾ ചിലപ്പോൾ 10-30 ദിവസം പട്ടിണി ഇടുന്നിട്ടായിരിക്കും ഈ ശമ്പളം തന്നെ. മറ്റേ 7 ദിവസം 10 ദിവസം കൂടുമ്പോൾ മറ്റേ യൂണിയൻ പരമായിട്ട് ബാറ്റ് കിട്ടും. ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു സിനിമ തീരണം, അത് തീരുന്ന ഓരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ റെമ്യൂണറേഷൻ തന്നെ. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടണത്. അതായത് ഇപ്പോൾ ഒരു പീക്ക് ഒരു 4-5 രൂപയൊക്കെ ഞാൻ ഇപ്പോൾ അത്രയും മേടിക്കണുള്ളൂ. അതിനെങ്കിലും കൂടുതൽ മേടിക്കുന്നവരുണ്ടിട്ട് എൻ്റെ ഇത്രയും പടമായിട്ട് എനിക്കിപ്പോൾ ഇത്രയും മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ ഭയങ്കര തുച്ഛമായിട്ടുള്ള സാലറിക്ക് വർക്ക് ചെയ്തത്. അപ്പം ഈ വരുന്ന പേയ്മെൻറ്റിനെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് ആർഭാട ജീവിതം എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിത് അവിടെ പോയി 3 ദിവസം കൊണ്ട് ഈ ഫണ്ട് തീർന്നു. ഒന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കടം മേടിച്ചിട്ടായിരിക്കും 30 ദിവസം സർവൈവ് ചെയ്ത് പോകണ്ടാവുക. അപ്പോൾ ഈ വരുന്ന വഴി കടം മേടിച്ചവരോ കൊടുക്കും. പിന്നെ നമ്മൾ ഈ 30 ദിവസം പട്ടിണി കിടന്നിട്ടുള്ള വിഷമങ്ങളൊക്കെ ഈ 5 ദിവസം കൊണ്ട് അത് അടിച്ചു പൊളിച്ച് തീർക്കും. ഇപ്പോൾ ചിലപ്പോൾ ഫുഡായിരിക്കും എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ ചെയ്യാൻ പോവുക. ഇതിനൊന്നും സേവിങ്സ് ഇടാൻ പറ്റില്ല. ചിലപ്പോൾ സേവിങ്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം മറ്റേ പട്ടിണി കിടക്കാതെ ജീവിക്കാം. ബട്ട് ആ വരുന്ന മൂവ്മെന്റിന് ഏറ്റവും അടിപൊളിയായിട്ട് എന്നാലും അതിൽ നിന്ന് കുറച്ച് സേവിങ്സ് മാറ്റി ഇപ്പോൾ വെക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ കൂടുതലും മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലെ കുറേയൊക്കെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലൈഫിൽ ഓരോ കരിയറിൻ്റെ മൊമെൻറ്റുകളിലാണ്. അത് എൻ്റെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് തന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിലൊക്കെ. ഇനിയും ബാങ്ക് ബാലൻസ് എന്തിനാണെന്നുള്ളത് ഹോസ്പിറ്റൽ ഇഷ്യൂസിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇപ്പം എത്ര വലിയ ഈ പറഞ്ഞ മാതിരി ഇൻഷുറൻസ് സ്കീം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഏജ് വരെയുള്ള ഇൻഷുറൻസ് സപ്പോർട്ട്സൊക്കെ, ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസൊക്കെ ഒരു പരിധി എമൗണ്ടിൽ കൂടുതലൊന്നും കിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛൻ്റെ മന്ത്ലി എക്സ്പെൻസ് മാത്രമായിട്ട് മെഡിസിന് മാത്രം 1.5 സംതിങ് മെഡിസിൻ മാത്രം എനിക്ക് വരും. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പല രീതികളിലുള്ളത്. പിന്നെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഹ്യൂജ് കുറേ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് കുറേയൊക്കെ ഞാനൊരു മകനായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യണ്ടേന്നുള്ളൊരു ചെയ്തില്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ വർഷങ്ങളായിട്ട് അങ്ങനെ പരിഭവങ്ങളുള്ളൊരു വ്യക്തികളായിരുന്നു. ലാസ്റ്റ് മരിക്കുന്ന ആ സമയങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനും അടുത്തറിയാനും. അല്ലെങ്കിൽ ഈ ഇപ്പോൾ അനിമൽ എന്ന് പറഞ്ഞ സിനിമയിലും മറ്റേ ഒരു ഇമോഷണൽ സാധനം പോലെയൊക്കെ. അപ്പം ഞാൻ അച്ഛൻ മകൻ സ്നേഹമാണ്. അച്ഛൻ മകൻ അങ്ങനെ ഓക്കെ, അച്ഛൻ എന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്നില്ല ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ മകനായിരുന്നു അച്ഛൻ. അതായത് അച്ഛനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുക, ബാത്റൂമിൽ കൊണ്ടുപോവുക, A to Z ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ലൈഫ് അതെനിക്ക് ഞാൻ പറഞ്ഞില്ല വേറെ തരത്തിൽ ഇതൊക്കെയാണ് ലൈഫിനകത്തേക്ക് ഇനി സിനിമ രണ്ടാമത് ചെയ്യണം എന്നുള്ള തീരുമാനം വന്നതും. പഠിച്ച് സിനിമ ചെയ്യണം എന്നുള്ള മൂടുണ്ടായിരുന്നെങ്കിൽ നമ്മളിത് ബാക്കൗട്ട് ചെയ്യാൻ ബിസിനസ്സിൽ തന്നെ നിൽക്കാൻ. അച്ഛനാണ് പറഞ്ഞത്, നീ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ നീ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിക്കണം. പിന്നെ നിൻ്റെ സ്വപ്നങ്ങൾ അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ രാത്രി. അപ്പം അതിനകത്ത് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യലി നീ ഇനിയും കാശുണ്ടാക്കണമെന്ന് പറഞ്ഞതും അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഒരു ഒരു ഇൻസ്പിറേഷൻ തന്നെ ഉണ്ട് ഇപ്പം മെൽവിൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ എനർജി ഇപ്പോഴത്തെ എനർജി എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മടി കിടന്ന് എൻ്റെ അച്ഛൻ മരിക്കണേ. അപ്പം മോനെ പോലെ നോക്കി വളർത്തി. അതായത് ഞാൻ ആ 4 മാസം എൻ്റെ മോനായിരുന്നു. അതായത് ഉറങ്ങാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാൻ, മരുന്ന് കൊടുക്കാൻ,
അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അത് നമ്മൾ മറ്റേ അത് ബാത്റൂമിൽ ചെന്നിരുത്തുക, അത് കഴിയുക, അത് ഒരു നമ്മൾ ജനിച്ച കുഞ്ഞിനെ എങ്ങനെ നോക്കുമോ നോക്കുന്നത് പോലെ. അതേപോലെ ഞാൻ എൻ്റെ അച്ഛനെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ അച്ഛനും മിണ്ടൂലായിരുന്നു കുറേ നാൾ. അച്ഛൻ ഗൾഫിലായിരുന്നു, 23-24 വർഷം അച്ഛൻ ഗൾഫിലായിരുന്നു. പിന്നെ 2 വർഷത്തെ ലീവിന് 3-4 മാസമൊക്കെ ലീവിന് വരും. അപ്പോൾ പട്ടാളച്ചിട്ടാണ് അപ്പച്ചൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അപ്പച്ചൻ മരിക്കണതിന് മുമ്പൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാണ്. എനിക്കറിയില്ല, റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എങ്ങനെയാണ് ഒരാളെ അറിയാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 വർഷം ഒരു റൂം, നിങ്ങളെ വിളിക്കും, സംസാരിക്കും, ഇവിടേക്ക് കാശ് അയച്ചു തരും, പണിയെടുക്കും. പിന്നെ ഞാൻ 4 മാസം വരുമ്പോൾ എൻ്റെ മക്കളെ സ്നേഹിക്കേണ്ട രീതി ഞാൻ അങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച മാതിരി നിന്നെ കെട്ടിപ്പിടിച്ചിട്ടോ വർത്താനം പറഞ്ഞിട്ട് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല എന്നുള്ളതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഞങ്ങളിത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അത് അച്ഛൻ പോകണം. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഉള്ള ജേണി ഇപ്പോൾ വന്നിരിക്കാനൊക്കെ ചിലപ്പോൾ അച്ഛൻ്റെ ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കരിയറിനകത്ത് മാറ്റങ്ങളുണ്ടാവാൻ കാരണങ്ങളൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് വേറെ പരിപാടിക്കൊക്കെ പോയാനെ. കഴിഞ്ഞ വർഷം അങ്ങനത്തെ ഫീലൊക്കെ വന്നതാണ്. പിന്നെ പഠിച്ചാലും അടുത്ത മേഖലയിലേക്ക് പോകാന്നുള്ളൊരു പരിപാടിയായിരുന്നു. സിനിമ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യും. പക്ഷെ അത് ബ്രഹ്മയുഗം ചെയ്യില്ലായിരുന്നു ഞാൻ. ബ്രഹ്മയുഗത്തിൻ്റെ സോസിങ്ങിൻ്റെ ടൈമിൽ എൻ്റെ അച്ഛൻ മരിക്കണേ ആഗസ്റ്റ് 2-ന്. ആഗസ്റ്റ് 20-23-നാണ് ബ്രഹ്മയുഗം സ്റ്റാർട്ട് ചെയ്യണത്. അച്ഛൻ മരിച്ചിട്ട് 40 ദിവസം ചടങ്ങുകളിൽ ഞങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ മരിച്ചെന്നാണ് ഫസ്റ്റ് സോസിങ്ങിന് ബോംബെക്ക് പോണേ. ഞാനല്ല പോയി, എൻ്റെ അസോസിയേറ്റിനെ കൂടെ നിന്നൊരു ചേട്ടൻ വിട്ടിട്ട് ഞാൻ അതിനകത്ത്. അപ്പം അച്ഛൻ പറഞ്ഞൊരു സാധനമുണ്ട്, പടം വിടരുത് കേട്ടോ, പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അല്ലെങ്കിൽ ബ്രഹ്മയുഗം ചെയ്യില്ലായിരുന്നു. അപ്പച്ചൻ മരിച്ച് 20 ദിവസം കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂടെ ഈ പറഞ്ഞ മാതിരി രാവിലെ പള്ളിയിൽ പോകും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞ് നേരെ ലൊക്കേഷനിലേക്ക് വരും. അത് കഴിഞ്ഞ് 40 ദിവസത്തെ ചടങ്ങുകൾ മൊത്തം തീർന്നിട്ടാണ് കംപ്ലീറ്റ്ലി ഞാൻ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നത്. പിന്നെ ഇപ്പം അമ്മ ഒറ്റയ്ക്കല്ലേ, അതൊക്കെ ഭയങ്കര. പിന്നെ ഇതൊക്കെയാണ്. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലി ആയിട്ട്. വേണ്ട നമുക്ക് ഇമോഷണലി വേണ്ട, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ പറഞ്ഞ പോലെ സിനിമയും നമ്മുടെ ബിസിനസ്സും അല്ലാതെ ഇമോഷണലി എന്നെ ആക്കിയല്ലോ. ഓക്കെ, സിനിമയും ബിസിനസ്സും അല്ലാതെ വല്ല ഇഷ്ടമുള്ളത് ട്രാവൽ ഇഷ്ടമല്ലേ? ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഫാഷൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. പിന്നെ മെഡ്ഗാല അല്ലെങ്കിൽ അങ്ങനത്തെ ഈവൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഈ പറഞ്ഞ മാതിരി കുറേ ഫാഷൻ ഫിലിംസാണ്, ഫാഷൻ ഡോക്യുമെൻറ്റേഷൻ കാണും, ഫാഷൻ ഫിലിം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറേ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ കൂടുതലും ട്രാവലിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് പുതിയ നാട്ടിലെ തുണികൾ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ കുറച്ച് കൾച്ചർ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. പിന്നെ വൈഫിൻ്റെ കൂടെ കാട്ടിൽ കയറാം. അത് മാത്രമാണ് എൻ്റെ പിന്നെയുള്ളൊരു ഹോബി. കാട്ടിൽ ട്രാവൽ ചെയ്യാൻ പോകും. അത് ഏതെങ്കിലും ഒരു ഡീപ്പ് ഫോറസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ദിവസം അവിടെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഡിസ്കവറി ചാനലൊക്കെ കാണുമല്ലോ. ഭയങ്കര പീസ്ഫുള്ളായിട്ട് തിരിച്ചു വരാന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, കുറേ നാള് മനുഷ്യരും ആരൊന്നും ഇല്ലാതെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറൊരു എനർജി കിട്ടും. അത് ഞാൻ എൻ്റെ വൈഫും സീക്രട്ടായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞല്ലോ, ഇപ്പോൾ കുഴപ്പമില്ല. എനിവേ ഈ പറഞ്ഞ പോലെ കൽഗീസിയെയും അതുപോലെ തന്നെ ഒരുപാട് മൂവീസ് ഇനി മുന്നോട്ട് കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. സോ ഈ വൈൻഡപ്പിൻ്റെ ടൈമിൽ എന്താ നമ്മുടെ വ്യൂവേഴ്സിനോട്, ഒത്തിരി പേര് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്, സോ എന്താ അവരോട് പറയാനുള്ളത്? ഇപ്പോൾ ഈ ചാനൽ കാണുന്ന ഇപ്പോൾ എന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആകെ മേജർ ഇതിനകത്ത് കണ്ടിട്ട് ഇൻസ്പയർ ആവുന്നുള്ളത് ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫാഷനെ ഫോളോ ചെയ്യുന്നു എന്നുള്ള ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഈ ഇൻ്റർവ്യൂ കൊണ്ട് ഗുണമുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം അവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ ഇതുവരെ MSc പേപ്പർ ക്ലിയർ ചെയ്തിട്ടില്ല. MSc ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ബട്ട് ഞാനിപ്പോഴും 4-5 സപ്ലി അത് ഞാൻ എഴുതിയെടുക്കാൻ പോയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സപ്ലി പാസ്സാവാതിരുന്നത്. അപ്പോൾ സപ്ലി എഴുതിയിട്ടും ശരിക്കും എഴുതിയിട്ടും പാസ്സായിട്ടില്ല. ഞാൻ അന്നൊരു കാര്യം ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്കിൽഡ് ആയിട്ടുള്ളൊരു ജോബാണ് ഞാൻ ചൂസ് ചെയ്ത് തന്നെ. അതിനകത്ത് ഇപ്പോൾ ഒരു ബേസിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ പോയി ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഞാൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇതാണ് പഠിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തിയറി പേപ്പർ ഒഴിച്ച് ബാക്കിത്തെ എല്ലാ പ്രാക്ടിക്കൽ നോളജും അല്ലെങ്കിൽ പ്രാക്ടിക്കലിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതും എൻ്റെ കോളേജിലെ ക്യാമ്പസിലെ ഏറ്റവും ടോപ്പറായിട്ട് തന്നെയാണ്. അതായത് എൻ്റെ പ്രസൻറ്റേഷൻ രീതികൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലും പഠിക്കാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ കഴിവില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യാതിരിക്കുന്നു വേണ്ട. ഫാഷൻ ഡിസൈനിങ് എപ്പോഴും സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ്. മറ്റോണം പഠിപ്പിക്കുന്ന തിയറി പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഇതാണ്, ചേട്ടാ ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ മതി. ഇപ്പം ഞാൻ
സിനിമയിൽ വരണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ സിനിമയിൽ വന്ന് പെട്ടതിന് ശേഷം അതിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ പഠിച്ച ഒരു സാധനം സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ആദ്യത്തെ സിനിമകളിലൊന്നും പഠിച്ച കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ജോബ്, അത് പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, മനസ്സിലൊരു ആഗ്രഹം വയ്ക്കുക, അത് ഏറ്റവും ഡ്രീമായിട്ട് കാണുക. ഇപ്പം ഞാനിപ്പോഴും എൻ്റെ ഡ്രീമായിട്ട് വേറെ കാര്യങ്ങളാണ് കാണുന്നത്. ബട്ട് ആ ഡ്രീമിലേക്കുള്ള പാത്ത് വേ ആയിട്ട് നമ്മൾ പല സ്റ്റേജസ് ഓഫ് നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. ഈവൻ സിനിമ ആയിക്കോട്ടെ, സിനിമ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഉണ്ട്. അത് മനസ്സറിഞ്ഞ് മറ്റേ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പാരൻസൊക്കെ അത് വല്ലവരും കാണാൻ ഈ പറയുന്നത് ഫാഷൻ ഡിസൈനിങ് അത്ര മോശമായിട്ടുള്ള കോഴ്സല്ല, ഏറ്റവും അടിപൊളിയായിട്ടുള്ള കോഴ്സാണ്. അതിന് വൺ ഓഫ് ദ എക്സാമ്പിളാണ് എൻ്റെ ലൈഫും എൻ്റെ അച്ഛനെ എനിക്ക് കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ. അതെല്ലാവർക്കും കിട്ടിയിരിക്കും. യെസ്, ഈ പറഞ്ഞ പോലെ സിനിമയിലായിക്കോട്ടെ ഒരുപാട് വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ആഗ്രഹം പോലെ കിട്ടട്ടെ. അതുപോലെ കലേസിയയിൽ ഇനി ഈ 2 മാസം കൊണ്ട് വലിയ ഇംപ്ലിമെന്റ് വരുത്താൻ പോവാണ്. അതോടുകൂടി അതും വലിയ സക്സസിലോട്ട് എത്തട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കും. ഇത്രയും സമയം നമ്മുടെ ഒപ്പം ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഓടി വരുന്നത്, നമുക്കതറിയാം. അതുപോലെ തന്നെ ഈ ആക്സസറീസ്, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ആക്സസറീസ് എല്ലാം, ഇതെല്ലാം എനിക്ക് ഈ ഒരു ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇട്ടത്, പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ മോതിരം പ്രയോഗത്തിൽ നമ്മുടെ യക്ഷിട്ട മോതിരം, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് ഓടി വരുന്നത്. സോ ഈ ടൈറ്റ് സ്കെഡ്യൂളിൽ പോലും നമുക്ക് വേണ്ടി കുറച്ചേറെ ടൈം. അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ പറയുന്ന മാതിരി ഈ ചാനലിൽ നിന്ന് തന്നെ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു 8 വർഷമായിട്ട് ഞാൻ ആരുടെയും മുമ്പിലും ഫേസ് ചെയ്യാത്ത ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വന്ന് മീഡിയയിൽ വന്ന് അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ചാനലുകളും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. ഇപ്പോൾ ക്യൂവിലാണ് ഞാൻ ഭയങ്കര അറിയപ്പെടുന്നത്. ഇത് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ട് ഓരോ ആളുകൾക്കും ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോയിട്ടുണ്ടെങ്കിലും അതെനിക്ക് അത്രയും കംഫർട്ടബിൾ ആണെന്ന് പറയുന്ന സ്ഥലത്താണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് നമ്മുടെ ചാനൽ ഇവിടെയാണ്, വെൽത്തി സ്പോട്ട്ലൈറ്റിലാണ്. അതിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയത് കൂടുതൽ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഭയങ്കര താങ്ക് യു. എനിവേ താങ്ക് യു സോ മച്ച് വന്നതിലും ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും താങ്ക് യു സോ മച്ച്.